എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുകയാണ്. ഹോപ്സ് ടോക്സിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. എല്ലാ ആഴ്ചയിലും നമ്മളിങ്ങനെ തുടർന്ന് പോകുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. വരുന്ന എല്ലാ ചൊവ്വാഴ്ചകളിലും. ചൊവ്വാഴ്ച ഇനി മാറ്റി പിടിക്കേണ്ടി വരുമോ? അതുകൊണ്ടാണോ ഇനി ദിവസത്തിന്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് അറിയില്ല. അപ്പോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ടോപ്പിക്കിന്റെ വിഷയവുമാവാം. ഞാൻ ഈ സെക്സ് എഡ്യൂക്കേഷൻ മാറ്റി തിരുത്തേണ്ട ധാരണകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം ഞാൻ ഇങ്ങനെ പോസ്റ്റർ വെച്ച സമയത്ത് തന്നെ എൻ്റെ മെസ്സേജസ് ഇൻബോക്സിൽ കുറെ ആളുകൾ അയച്ച മെസ്സേജ് ഉണ്ടായിരുന്നു. പ്രാക്ടിക്കൽ ഉണ്ടാവുമോ, തിയറി മാത്രമേ ഉണ്ടാവുള്ളൂ, എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ആ ഒരു ഫസ്റ്റ് വേർഡ് കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ അല്ലെ, ഒരു ആസ് ആൻ അഡൾട്ട് നമ്മളൊരു സെക്സ് എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന കുറെ ഇമേജസ് ഉണ്ട്. ന്യൂഡിറ്റി, അതേപോലെ തന്നെ ഇപ്പം പോണ്, നെയ്ക്കഡ് ബോഡീസ്, അങ്ങനെ കുറെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ മൈൻഡിൽ ഓടിയെത്തുന്ന കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ആക്ച്വലി സെക്സ് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് അബൌട്ട് ഓൾ ദാറ്റ്. അത് അതിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ഞാൻ പറയാൻ പോണത് അതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ മാരേജിനുള്ള എഫക്റ്റിനെ കുറിച്ചോ ഒന്നുമല്ല. അതിനപ്പുറത്തേക്ക് ഇപ്പോ സെക്സ് എഡ്യൂക്കേഷൻ എന്തിനു വേണം, അല്ലെങ്കിൽ ആർക്ക് ഇത് നൽകണം, എപ്പം മുതൽ ഇത് കൊടുത്തു തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയാൻ പോണത്. ഈ ഒരു വീഡിയോ ഇൻഷാ അള്ളാ നമ്മുടെ യൂട്യൂബിലും പോസ്റ്റ് ചെയ്യുന്ന സമയത്തും കുറഞ്ഞ ആളുകളൊക്കെ അത് കാണും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇനി കൂടുതലായിട്ട് ആളുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. അടുത്ത കാലത്ത്, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു CSE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ കേരളത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കോംപ്രഹെൻസീവ് സെക്ഷുവാലിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. എവിടെ മുതൽ അത് തുടങ്ങണം എന്നുള്ളത്, അതായത് ചെറിയ ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ള ഒരു സംഗതിയാണ്. ഒരു വിദ്യാഭ്യാസ സിസ്റ്റം, സമഗ്ര ലൈംഗിക ആരോഗ്യ വിദ്യാഭ്യാസം എന്ന് പറയും. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ കേരള സിലബസിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളൊക്കെ വന്നു. അതിനെ എതിർത്തും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ധാരാളം ആളുകളും എത്തുകയുണ്ടായി. ശരിക്കും എപ്പോൾ മുതലാണ് നമ്മുടെ സെക്സ് എഡ്യൂക്കേഷൻ തുടങ്ങേണ്ടതെന്ന് അറിയോ? അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളൊരു അഭിപ്രായം എന്ന് അറിയിച്ചേ. സെക്സ് എഡ്യൂക്കേഷൻ ഏകദേശം എത്ര പ്രായം മുതൽ കൊടുത്തു തുടങ്ങണം? നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് അറിയിച്ചേ. എത്ര പ്രായം മുതൽ? ഒരു ഓക്കെ ഓക്കെ ഓക്കെ, നോ ഇഷ്യൂസ്. സോറ, ഇറ്റ്സ് ഓക്കെ. 15 years to 20 years. ഓക്കെ, വെരി ഗുഡ്. ദെൻ വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? ആരെങ്കിലും ഒന്ന്, എല്ലാവരും ഒന്ന് അറിയിക്കിട്ടോ. നിങ്ങളിപ്പോ എന്റെ കുട്ടികളാണ്, ഇപ്പൊ എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന എന്റെ കുട്ടികളാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. 15 to 20 years എന്ന് ഒരാൾ പറഞ്ഞു. ഇനി അത് എഴുതി തന്നെ അറിയിക്കണം എന്നില്ല, ആർക്കെങ്കിലും വോയിസ് ആയിട്ട് പറഞ്ഞാലും മതി. സത്യം സാർ, നിങ്ങളെ അഭിപ്രായത്തിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളത് എത്ര പ്രായത്തിൽ മുതൽ നമുക്ക് കൊടുത്തു തുടങ്ങണം? അത് കഴിയുന്നതും കുറച്ച് മുമ്പേ തന്നെ അതിന്റെ സയന്റിഫിക് ആയിട്ട് പറയുന്നതാണ് നല്ലത്. കാരണം ഓക്കെ ഇപ്പം ഓക്കെ, മെച്ചൂർഡ് ആണല്ലോ, അല്ലെങ്കിൽ മെച്ചൂർഡ് ആവുന്നല്ലേ എല്ലാവരും. യെസ്, ഒരു ഏജ് വെച്ച് പറയുമ്പോൾ. ഏജ് വെച്ച് പറയുമ്പോൾ അഡോസൻസിന്റെ ലാസ്റ്റോട് കൂടി. ലാസ്റ്റോട് കൂടി. ഉം. ഓക്കെ ഓക്കെ ഓക്കെ. ഉം. ഞാൻ ഇനി കൂടുതലായിട്ട് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നില്ല കേട്ടോ. പറ്റുന്ന ആളുകൾ ഒന്ന് വീഡിയോ മോഡ് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും. കാരണം ഒരു കോമഡി പറഞ്ഞിട്ട് നിങ്ങൾ ചിരിക്കുകയാണോ കരയുകയാണോ എന്ന് അറിയാതെ ഞാൻ ഇങ്ങനെ പറയുമ്പോഴേ ഞാൻ എന്നെ തന്നെ നോക്കി ഞാൻ തന്നെ ചിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാകും. പറ്റുകയാണെങ്കിൽ വീഡിയോ മോഡ് ഓൺ ചെയ്യാം കേട്ടോ. ശരിക്ക് സെക്ഷൽ എഡ്യൂക്കേഷൻ തുടങ്ങുന്നത് കുട്ടി ജനിച്ചത് മുതലാണ്. കുട്ടി ജനിച്ചത് മുതൽ സെക്ഷൽ എഡ്യൂക്കേഷൻ തുടങ്ങുന്നുണ്ട്. അതായത് നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുന്നത് വേറെ, കുട്ടിക്ക് ഇൻബോൺ ആയിട്ട് അറിയുന്ന കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ജനിച്ചൊരു പുതിയ കുഞ്ഞാണെന്ന് വിചാരിക്കും. ഒരു കുഞ്ഞു കുട്ടിയെ കയ്യിലെടുത്തിട്ട് ഒരമ്മ മുലപ്പാൽ ഇങ്ങനെ കൊടുക്കുന്ന ഒരു കുഞ്ഞാണ്. കുറച്ചു കാലം കഴിയുമ്പോഴേക്കും അമ്മയുടെ വാസന മാറുമ്പോഴേക്കും മറ്റൊരാൾ കുഞ്ഞിനെ മാറിയെടുക്കുമ്പോഴേക്കും കുഞ്ഞ് കരയാൻ തുടങ്ങും. ഇപ്പൊ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു കുഞ്ഞ് ഒറ്റപ്പെട്ടു എന്ന് വിചാരിക്കുക. ആരൊക്കെ എടുത്തിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. ആ സമയത്ത് അച്ഛൻ വന്നിട്ട് കുഞ്ഞിനെ ഇങ്ങനെ കോരിയെടുത്തു. സ്വാഭാവികമായിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്തി എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഇനി കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. അച്ഛൻ കൊണ്ടുപോയിട്ട് അടുക്കൽ കൊടുക്കും? അമ്മയുടെ കയ്യിൽ കൊടുക്കും. കുഞ്ഞിന് ഒന്നുകൂടി പരിചിതമായ ഗന്ധവും സുഗന്ധവും ഒക്കെ അമ്മയുടേതാണ്. എന്നുവെച്ചാൽ കുഞ്ഞിനറിയാം ഏതാണ് ബൗണ്ടറി, ആരാണ് എന്റെ ശരീരത്തിൽ ടച്ച് ചെയ്യേണ്ടതെന്ന് കുഞ്ഞിനറിയാം. അപ്പോ പറഞ്ഞു വന്നത്, ഒരു 0 to 2 ഏജ് വരെ, 2 വയസ്സ് വരെ ആകുമ്പോഴേക്ക് കുട്ടികൾക്ക് അവരുടെ പ്രൈവറ്റ് പാർട്ടുകളുടെ
ഒറിജിനൽ നെയിം പഠിപ്പിച്ചു കൊടുക്കണം. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മളൊക്കെ പ്രൈവറ്റ് പാർട്സിനെ നമ്മൾ ഓമന പേരിട്ടാ വിളിക്കുക. ഓരോരുത്തർക്കും ഓരോ ഇതിലുണ്ടാകും. ഇപ്പൊ നാളെ ഒരാള് ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയുന്ന കേട്ടിരുന്നു, ചുന്നി. അതായത് ആൺകുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിനെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് നമ്മളൊക്കെ കുട്ടികള് നമുക്കത് പറയാൻ ലജ്ജ തോന്നുന്നത് കൊണ്ട് തന്നെ കുട്ടികളോട് നമ്മൾ അതിനൊരു ഓമന പേരിട്ടിട്ടായിരിക്കും പറയുക, കുട്ടികളുടെ പ്രൈവറ്റ് പാർട്ടിനെ. ബട്ട് 0 to 2 years ആകുമ്പോഴേക്കും കുട്ടികൾക്ക് അവരുടെ പ്രൈവറ്റ് പാർട്ടുകളുടെ പേര് നമ്മൾ യഥാർത്ഥ പേര് പഠിപ്പിച്ചു കൊടുക്കണം. പക്ഷെ നമുക്ക് മലയാളത്തിൽ അതിൽ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. മലയാളത്തിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്ടുകൾ എന്ന് പറയുമ്പോൾ മിക്കതും തെറികളായിട്ട് ഉപയോഗിക്കാറുള്ള വാക്കുകളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഒരു ഈസി ആയിട്ടുള്ള നമുക്ക് എങ്ങനെ പറയാ, ഇംഗ്ലീഷ് വേർഡ്സ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചു കൊടുക്കാം. ഇപ്പം പീനസ്, അതേപോലെ തന്നെ ബട്ടക്സ്, അതേപോലെ വൽവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേർഡുകൾ കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കണം. ഇത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശേഷം പറയാട്ടോ. ദെൻ ഒരു 2 to 5 years ആകുമ്പോഴേക്കും അവർക്ക് ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പോ ഗുഡ് ടച്ച് ബാഡ് ടച്ച് മുമ്പായിരുന്നു കേട്ടോ. ഇപ്പൊ അത് മാറി. ഗുഡ് ടച്ച് ബാഡ് ടച്ച് മാറിക്കാണ്ട് പിന്നെ സേഫ് ടച്ച് അൺസേഫ് ടച്ച് ആയി. ദെൻ അത് വീണ്ടും മാറി സേഫ് ബിഹേവിയർ അൺസേഫ് ബിഹേവിയർ എന്നുള്ള രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. എന്നുവെച്ചാൽ കാലത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം. മറ്റൊരു 2 മുതൽ 5 വയസ്സ് വരെ നിങ്ങളൊരു അമ്മയാണെങ്കിൽ, നിങ്ങളൊരു അച്ഛനാണെങ്കിൽ, നിങ്ങളൊരു പാരന്റ് ആണെങ്കിൽ, ഈ 2 മുതൽ 5 വയസ്സ് വരെ കുട്ടിക്ക് സേഫ് ബിഹേവിയർ എന്താണ്, അതായത് ഞാൻ ഇതിനെ കൂടുതൽ അത് ഒരുപാട് നേരം വിശദീകരിക്കാനുള്ള കാര്യമാണ് കേട്ടോ. ഗുഡ് ടച്ച് ബാഡ് ടച്ച് നമുക്ക് കുറെ കേട്ട് ശീലമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. മറ്റൊന്ന് 6 to 9, 2 to 5 നമ്മൾ പറഞ്ഞു. 6 to 9 ആകുമ്പോഴേക്കും അവരുടെ പ്യൂബർട്ടി പീരീഡ് ഏകദേശം അതിന്റെ എൻഡിങ്ങിൽ തുടങ്ങുകയാണ്. അപ്പൊ ശരീരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങും. അതിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ദെൻ ഒരു 10 to 12, 13 വയസ്സാകുമ്പോഴേക്കും അവരുടെ പീരിയഡ്സ്, പെൺകുട്ടികളാണ് പീരിയഡ്സ് തുടങ്ങി, ആൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇജാക്കുലേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങി. അതിനെക്കുറിച്ച് അവർക്ക് ഞാനിത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയൂ കേട്ടോ. ഞാനിപ്പോ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ. നമ്മളുടെ ഒക്കെ ഒരു മൈൻഡിലുള്ള ഒരു അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ മൈൻഡിലുള്ള കുറെ ഒരു ചിന്താഗതിയെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരികയാണ്. അതോടൊപ്പം 10 to 12 വയസ്സാകുമ്പോഴേക്കും അവർക്ക് പീരിയഡ്സിനെ കുറിച്ച്, ഇജാക്കുലേഷനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. എത്തുമ്പോഴേക്കും ലൈംഗികത, അതിൽ തന്നെ കൺസെന്റ്, മ്യൂച്വൽ റെസ്പെക്ട്, അങ്ങനെയുള്ള പ്രഗ്നൻസി കാര്യങ്ങൾ, ഇതൊക്കെ നമുക്കതിൽ ഉൾപ്പെടുത്താവുന്ന, ഞാൻ പറഞ്ഞത് ഇത്രയും ഒക്കെ ഞാൻ ഇപ്പൊ ഇതുവരെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ സെക്സ് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് അബൌട്ട് ഓൺലി സെക്സ്. അത് മാത്രല്ല, നമ്മള് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു വന്നപ്പോ നമ്മുടെ മെമ്മറിയിൽ, നമ്മുടെ ചിന്തകൾ കയറി കൂടിയ കുറെ അനാവശ്യ ചിന്തകളുണ്ട്, അനാവശ്യ ഇമേജസ് ഉണ്ട്, അനാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേർഡ് കേൾക്കുമ്പോഴേക്കും നമുക്കതിൽ എന്തോ ഒരു അരോചകം ഫീൽ ചെയ്യാണ്. ഞാൻ എന്റെ ചെറുപ്പത്തിലെ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലേറ്റോ പഠിക്കുന്ന സമയത്ത് ഒരിക്കല് ലൈബ്രറിയിൽ പുസ്തകം എടുക്കാൻ വേണ്ടി പോയി. അന്ന് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എടുത്തിട്ട് അതിലുള്ള വേർഡുകൾ ഇങ്ങനെ നോക്കിയിട്ട് അതിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി മറിച്ചിട്ട് അങ്ങനെ ഒരു ദിവസം ഡിക്ഷണറി ഇങ്ങനെ മറിക്കുന്നതിന്റെ ഇടയിൽ സെക്സ് എന്നുള്ള വാക്ക് കണ്ടു. അങ്ങനെ ഡിക്ഷണറിയിൽ ആദ്യമായിട്ടാണ് സെക്സ് എന്നുള്ള വാക്ക് കാണുന്നത്. പക്ഷെ അത് കണ്ടതില് ഞാനത് ശ്രദ്ധിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താന്ന് വെച്ചാൽ അതിന്റെ താഴെ ആരോ ഒരാൾ ഇങ്ങനെ പേന കൊണ്ട് 2 വട്ടം അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മേലെ എന്നിട്ട് ഒരു ഹാർട്ടിന്റെ ചിഹ്നമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. യുനോ, ഒരു വേർഡ് കാണുമ്പോഴേക്കും നമ്മുടെ ചിന്തയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത്രത്തോളം നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും അത് ഭയങ്കരമായിട്ട്, സെക്ഷുവാലിറ്റി ഭയങ്കരമായിട്ട് വളരുകയും അതിനിടയിലേക്കാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത്. ഞാൻ ഇനി പറയാൻ പോണത് കൂടുതലായിട്ട് നമ്മുടെ മക്കളെ കുറിച്ചാണ്, കുട്ടികളെ കുറിച്ചാണ്. ഇഫ് യു ആർ നോട്ട് മാരീഡ്, ദെൻ നിങ്ങൾക്ക് മാരീഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഇതിനെക്കുറിച്ച് കുറെ ആളുകൾ അവെയർ അല്ല എന്നുള്ളതാണ്. സെക്സ് എഡ്യൂക്കേഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? ബൗണ്ടറീസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഈ ബൗണ്ടറീസ്? ബൗണ്ടറീസ് തിരിച്ചറിയാന്ന് പറഞ്ഞാല്, ഞാൻ ആദ്യം പറഞ്ഞു, കുട്ടിക്കറിയാം കുട്ടിയുടെ ബൗണ്ടറി എന്താണ്. സോറി, ഒന്ന് മ്യൂട്ട് ചെയ്തോട്ടെ, അല്ല ഞാൻ കേൾക്കുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. 1 സെക്കൻഡ്, സോറി.
ഓക്കെ. ഞാൻ പറഞ്ഞു വന്നത് ബൗണ്ടറീസ്. അതായത് കുട്ടി, ഞാൻ ഞാൻ എൻ്റെ മോനൊരിക്കലും ഇങ്ങനെ കുളിച്ച്, എൻ്റെ മോന് 5 വയസ്സായിട്ടുണ്ട്, കുളിച്ച് കുളിമുറിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് തോർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരുങ്ങിയ സമയത്ത് എപ്പോഴോ ഒരു ദിവസം, ഒരിക്കൽ മാത്രം കേട്ടോ, അബ്ബ ഇപ്പൊ എനിക്ക് തോത്തി തരണ്ട, മമ്മ തോത്തി തന്നോളൂ എന്ന് പറഞ്ഞു. ആൻഡ് ഞാൻ അപ്പൊ തന്നെ ചോദിച്ചു, എന്താ ഞാൻ തോത്തിയാൽ എന്താ കുഴപ്പം, ഞാൻ തോർത്തി കഴിഞ്ഞാൽ എന്താ കുഴപ്പം, ഞാൻ തോർത്തി തരട്ടോ എന്ന് പറഞ്ഞ് ഞാൻ തോർത്തി കൊടുത്തു. ബട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ശരിക്ക് ഞാൻ അവന്റെ ബൗണ്ടറി ബ്രേക്ക് ചെയ്തിട്ടല്ലേ, അയാളുടെ ഒരു പ്രൈവസിയെ ഞാൻ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അയാൾക്ക് അപ്പോ എന്റെ സാമീപ്യം വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കള് ചെറിയവരായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ, നമ്മൾ അവരെ ബൗണ്ടറിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രൈവസി അവർ റെസ്പെക്ട് ചെയ്യും. ഇപ്പൊ നമ്മള് കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്ന സമയത്ത് സ്നേഹം കൊണ്ട് നമ്മൾ ഇങ്ങനെ ചോറ് കൊടുത്തിട്ട് കുട്ടി മതി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുമല്ലോ, ഈ ഉരുള കൂടി ഇതും കൂടി കഴിച്ചാൽ മതി, ഇത് ബിസ്മി ചൊല്ലിയിട്ടില്ല, അൽഹംദുലില്ലാ പറഞ്ഞിട്ടില്ല, ഇതും കൂടി കഴിച്ചാൽ മതി കേട്ടോ, അത് ചെയ്താൽ മതി കേട്ടോ, ഒരു 5 മിനിറ്റ് കൂടി കുറച്ചും കൂടി തിന്നാൽ മതി കേട്ടോ എന്ന് പറയുമ്പോഴേക്കും കുട്ടി അത് തിന്നുമായിരിക്കും. പക്ഷെ അതിലൂടെ കുട്ടി മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, പിന്നെ ഇതേപോലെ മൊബൈൽ എടുത്തിട്ട് കുട്ടി കളിക്കുമ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോൾ കുട്ടി പറയും ഒരു 5 മിനിറ്റ് കൂടി, കുറച്ചു നേരം കൂടി. കുട്ടിയുടെ ബൗണ്ടറിയെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ വെച്ച ബൗണ്ടറിയെ കുട്ടിയും റെസ്പെക്ട് ചെയ്യൂല. യുനോ, ഞാൻ പറയുന്നത് ഇതൊക്കെ സെക്സ് എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. അവരുടെ ബൗണ്ടറീസ് എത്രത്തോളം അത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഈ ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, സേഫ് ടച്ച് അല്ലെങ്കിൽ സേഫ് ബിഹേവിയർ, അതായത് ടച്ച് മാറിയിട്ട് സേഫ് ടച്ച് അല്ലെങ്കിൽ അൺസേഫ് ടച്ച് എന്നുള്ള രൂപത്തിലേക്ക് മാറിയിരുന്നു. ഇപ്പം സേഫ് ബിഹേവിയറും അൺസേഫ് ബിഹേവിയറും, ഒരാള് മകളെ എങ്ങനെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ബസ്സിൽ പോകുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ രൂക്ഷമായിട്ട് മകളെ നോക്കുന്നുണ്ട്, അങ്ങനെ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു അൺസേഫ് ബിഹേവിയർ ആണ്. ആ നോട്ടം ഏത് രൂപത്തിലുള്ളതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് അത് വേറെ തന്നെ വിഷയമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പോണില്ല. എന്താ വെച്ചാല് സ്നേഹം കൊണ്ട് കൊടുക്കുന്നതാണെങ്കിൽ പോലും അമിതമായിട്ട് നമ്മൾ ആ കുട്ടിയുടെ ബൗണ്ടറിയെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ അയാളുടെ ജീവിത ശൈലികളെ തന്നെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് മതി എന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ട്, വയറിൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് മതി എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ഒറ്റയടിക്ക് നിർത്തുന്നതിനപ്പുറത്തേക്ക് ഒന്ന് അന്വേഷിക്കുക, മതിയായിട്ടുണ്ടോ, വയറ് നിറഞ്ഞിട്ടുണ്ടോ, നമുക്ക് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വയറ് നിറയാതെ നിർത്തിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണിക്കൂട്ടോ, അതിന്റെ കോൺസിക്വൻസസ് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവർ മതി എന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ നിർബന്ധിച്ച് അവരെ വായിൽ കുത്തി കയറ്റേണ്ടതില്ല. പട്ടിണി കിടന്നിട്ട് ഒരു കുട്ടിയും മരിക്കൂല നിങ്ങളെ വീട്ടിൽ തിന്നാനുള്ള കാലത്തോളം. കാരണം കുട്ടികൾക്ക് വിശക്കുമ്പോ അവര് വരും, അവര് കഴിക്കും, ഒരു പേടിയും വേണ്ട. പക്ഷേ വീട്ടില് ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പരിപാടി നടക്കൂല. അവര് പറയും കുട്ടി വേണ്ടാന്ന് പറയുമ്പോൾ തന്നെ നിർത്തി പോവല. എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് എന്ത് വേണമെന്നുള്ളത് കുട്ടിക്ക് അറിയാം, നമ്മൾ അത് റെസ്പെക്ട് ചെയ്താൽ മതി. അതിങ്ങനെ നിർബന്ധിച്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങും തോറും, പക്ഷെ അതിന് എന്ത് വേണമെന്നറിയോ, അവരുടെ ഭക്ഷണ സമയങ്ങൾ നമ്മൾ അത് ക്രമീകരിച്ചു കൊടുക്കണം. കൃത്യസമയത്ത് അവർ ഭക്ഷണം കഴിക്കുന്നത്, എല്ലാ സമയവും കുട്ടിയെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കൃത്യമായ ഇടവേളകളിൽ, സാധാരണ സമയത്ത് ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന വേളകളിൽ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ ശീലാക്കി കഴിഞ്ഞാൽ ആവശ്യമായ സമയത്ത് അവൻ എടുത്ത് കഴിച്ചോളും. ബട്ട് നമുക്കത് പോരാ. അതായത് കുട്ടികള് അവരുടെ പ്രൈവസി വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ പ്രൈവസിയെ നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞു, ഒരു എങ്ങനെ ഇപ്പം പറയാ, ഇവര് കുട്ടികളുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും നമ്മൾ നന്നായിട്ട് കുട്ടികളെ കെയർ ചെയ്യുന്ന വേണം. ഇപ്പോ നമ്മൾ ഫിസിക്കൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ് പറയാറുണ്ടല്ലോ. ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇതിൽ, ഞാൻ ഈ ഒരു സെക്ഷന് വേണ്ടി ഞാൻ കാത്തിരുന്നത് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. പ്രധാനമായിട്ട് ഞാൻ കാത്തിരുന്നത്, അതായത് കംഫർട്ട് അല്ലാത്ത ഒരു കാര്യം നമ്മുടെ കുട്ടിയുടെ ബോഡിയിൽ, നമ്മുടെ കുട്ടിയിൽ നിന്നില്ല ആരുടെ ആയാലും അഡൽട്ട് ആവട്ടെ, കംഫർട്ട് അല്ലാത്ത ഒരു കാര്യം നമ്മുടെ ബോഡിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും. ഇപ്പം ശ്രീവർഷമ്മ ബസ്സിൽ ഇങ്ങനെ പോവാണ്, ഒരാള് ബാക്കിൽ നിന്ന് ആ, ഒരു ബാഡ് രൂപത്തിൽ എന്ത് ചെയ്തു, ഒരാൾ ടച്ച് ചെയ്തു എന്ന് വിചാരിക്കുക. യുനോ, എൻറ്റയർ ഡേ, ഒരു പക്ഷെ ആ ഒരു എൻറ്റയർ വീക്ക് നമ്മുടെ ബോഡി ടെൻസ്ഡ് ആയിക്കൊണ്ടിരിക്കും. നമുക്കതിന് വേണ്ട രൂപത്തിൽ ഒന്ന് അതിന് റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിലും കോൺസെൻട്രേഷൻ കിട്ടില്ല. അതായത് ഒരു കംഫർട്ട് അല്ലാത്തൊരു കാര്യം നമ്മുടെ ബോഡിയിൽ സംഭവിച്ചിട്ടുണ്ടോ, ബോഡി അതിന് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും, ഷുവറാണ്.
അതായത് കുട്ടികളുടെ ബോഡിയിലുള്ള മാറ്റങ്ങൾ. നമ്മുടെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ട് ഉണ്ടായിരുന്നു. അതായത് ബിഫോർ ദിസ് ലൗഡ് ക്രൈ ബിഫോർ ദിസ് ലൗഡ് ക്രൈ ഇറ്റ് വാസ് ഓൾവേസ് വിസ്പേഴ്സ്. ഈ ആർത്ത് കരയുന്നതിന്റെ മുമ്പ് അവർ മന്ത്രിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ഓൾവേസ് ലിസൺ ടു വിസ്പർ. കുട്ടികള് ഒരു പക്ഷേ സെക്ഷൽ അബ്യൂസ് നേരിട്ടാൽ അവർ നമ്മളോട് ഒന്നും പറയൂല. അമ്മ, അയാൾ എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തു എന്ന് അവർ പറയൂല. കാരണം അവർക്ക് അറിയൂല, അവർക്ക് സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പോലും അവർക്ക് അറിയൂല. ബട്ട് കുട്ടികളിൽ ഉണ്ടാവുന്ന ചില ചേഞ്ചസ് ഉണ്ട്. ഞാൻ ഇന്ന് എന്റെ കുട്ടിക്കാലത്ത് ഉണ്ടായ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാനിതിങ്ങനെ പറയുമ്പോഴേ, ഈ സെക്ഷൽ അബ്യൂസിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴേ, ആൺകുട്ടികളുടെ അമ്മമാരിങ്ങനെ വിചാരിക്കുന്നുണ്ടോ, എന്റെ കുട്ടി ആൺകുട്ടിയാണല്ലോ, സേഫ് ആണല്ലോ, പെൺകുട്ടികൾക്കാണല്ലോ ഇത് ബാധകം. യുനോ, ഇപ്പോ ഏറ്റവും കൂടുതൽ സെക്ഷൽ അബ്യൂസ് നേരിടുന്നത് ആൺകുട്ടികളാണ്, പെൺകുട്ടികളല്ല. കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. സെക്ഷൽ അബ്യൂസ് ഏറ്റവും കൂടുതൽ നേരിടുന്നത് ആൺകുട്ടികളാണ്, പെൺകുട്ടികളെക്കാൾ കൂടുതൽ അത് നേരിടുന്നത്. പക്ഷെ പലപ്പോഴും ആൺകുട്ടികൾക്ക് പോലും അത് അറിയൂല, ഇത് സെക്ഷൽ അബ്യൂസ് ആണ് എന്നുള്ളത്. അതായത് കു- എന്റെ ചെറുപ്പത്തിൽ ഒരു ഒരു സെക്ഷൽ അബ്യൂസ് നേരിട്ട ഒരാളാണ് ഞാൻ. സെക്ഷൽ അബ്യൂസ് എന്ന് പറഞ്ഞാല് ഒരു ഫിസിക്കലി അറ്റാക്ക് ചെയ്യൽ മാത്രമല്ല കേട്ടോ. ഫിസിക്കലി ഒരു മനുഷ്യൻ നമ്മളെ റേപ്പ് ചെയ്യുന്ന രൂപത്തിലേക്ക് ആവല് മാത്രമല്ല, അയാളുടെ ഒരു പ്രൈവറ്റ് പാർട്ട് നമുക്ക് എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് അതൊരു ഫിസിക്കൽ അബ്യൂസ് ആണ്, അല്ലെങ്കിൽ ഒരു സെക്ഷൽ അബ്യൂസ് ആണ്. ഒരു വെർബലി അയാൾ നമ്മൾ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക സെക്ഷൽ അബ്യൂസ് ആണ്. ഒരു പോൺ വീഡിയോ കാണിച്ചു തരിക, ഒരു 5 വയസ്സുകാരന് 4 വയസ്സുകാരന് ഒരു പോൺ വീഡിയോ കാണിച്ചു തരിക സെക്ഷൽ അബ്യൂസ് ആണ്. അതിലൂടെ ഉണ്ടാകുന്ന ട്രോമ ചെറുതല്ല കേട്ടോ. ഒരു 5 വയസ്സുകാരനോ 4 വയസ്സുകാരനോ ചെറുപ്പത്തിൽ അനുഭവിച്ച ഒരു സെക്ഷൽ ട്രോമ, ഒരു സെക്ഷൽ അബ്യൂസിലൂടെ അയാളുടെ ഭാവി ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് ചെറുതല്ല. എനിക്കറിയുന്ന ഒരാളുണ്ട്, അയാളുടെ ചെറുപ്പത്തിൽ അയാള് കുടുംബത്തിൽ നിന്നും, അതും കൂടി ഞാൻ പറഞ്ഞു തരട്ടോ, അബ്യൂസ് ചെയ്യപ്പെടുന്ന 95% കേസുകളിലും ഏറ്റവും അടുത്ത റിലേറ്റീവ്സോ ഫ്രണ്ട്സോ കസിൻസോ ആയിരിക്കും അതിലുള്ള കൾപ്രീറ്റ് എന്ന് പറയുന്നത്. ദ പ്രഡേറ്റർ എപ്പോഴും നമ്മുടെ അപരിചിതരായ ആളുകളല്ല. ഒരാൾക്കും ഒരൊറ്റ ദിവസം പെട്ടെന്ന് വന്നാണ്ട് നമ്മളെ കുട്ടിയെ അങ്ങോട്ട് എന്ത് ചെയ്യാൻ കഴിയൂല, അബ്യൂസ് ചെയ്യാൻ കഴിയൂല. അവരുമായിട്ട് അത്രമേൽ അടുപ്പമുള്ള, അവരുമായിട്ട് അത്രമേൽ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അവർ അബ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ആൻഡ് ഇതിന്റെ ഏറ്റവും ഭയാനകമായ, പേടിപ്പെടുത്തുന്ന ഒരു ഘട്ടം എന്താണെന്നറിയോ? കുട്ടികളാണെങ്കിൽ പോലും സെക്ഷലി ഇവർ അബ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ദേ മേ എൻജോയ് ഇറ്റ്. അവർക്ക് അതിൽ നിന്നൊരു എൻജോയ്മെന്റ് കിട്ടുന്നുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ? അവർക്കിത് അറിയൂല, ഞാൻ അബ്യൂസ് ചെയ്യപ്പെടുകയാണെന്ന് അവർക്ക് അറിയൂല. എന്ന് മാത്രമല്ല, അവരിത് ആരോടും പറയൂല. ഇവരിത്, എനിക്കത് പറയുമ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടത് എനിക്ക് അറിയൂല. കാരണം ചെറുപ്പത്തിൽ നേരിട്ടുള്ള ഒരു ദുരനുഭവം ഞാൻ ഓർത്ത്, ഒരാഴ്ച മുമ്പ് ഞാൻ ഇങ്ങനെ എന്തോ ഒരു കാര്യത്തിൽ സ്റ്റക്ക് നിന്നപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. വൈ, ഇതെന്താ എനിക്ക് ശരിയാവാത്തത് ഇങ്ങനെ ആലോചിച്ചപ്പോ, കുറെ ആലോചിച്ചപ്പോഴാണ് എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അബ്യൂസ് എനിക്ക് ഇങ്ങനെ ഓർമ്മ. ഞാൻ കരഞ്ഞു. ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ അങ്ങനെ കരഞ്ഞു. 32 വയസ്സായ ഒരു മനുഷ്യനാട്ടോ പറയുന്നത്. ആണുങ്ങൾ കരയാൻ പാടില്ല എന്നുള്ള ഒരു വാൾ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദേ ഷുഡ് ക്രൈ, അവര് കരയണം. എബ്രഹാം ലിങ്കൺ തന്റെ മകന്റെ അച്ഛനോ ടീച്ചറോട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്റെ കുട്ടിയെ യു ഷുഡ് ടീച്ച് ദം ഹൗ ടു ക്രൈ ഇൻ ഫ്രണ്ട് ഓഫ് എ ക്രൗഡ്. ഒരാൾക്കൂട്ടത്തിന് മുന്നിൽ എങ്ങനെ കരയണം എന്നുള്ളത് നിങ്ങൾ അവരും പഠിപ്പിച്ചു കൊടുക്കണം. അതൊരു മോശപ്പെട്ട കാര്യമല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. യുനോ, ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞപ്പോ എന്റെ മനസ്സിലെ ഭാരം തീർന്നു. എന്റെ റീസൺ എന്താണെന്ന് ഞാൻ കണ്ടെത്തി. എനിക്ക് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റി. നമ്മുടെ കുഞ്ഞു മക്കളില്ലേ, ഞാൻ ഇതിനെ കുറിച്ച് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് സ്ഥിരമായി കളിക്കാൻ പോയിരുന്ന ഇടങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം അവരണ്ട് പോവാൻ താല്പര്യമില്ലാതായി. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ചില ആളുകളിൽ നിന്ന് അവർ പെട്ടെന്ന് വിഡ്രോ ചെയ്യാൻ തുടങ്ങി. ചില ആളുകളെ കാണുമ്പോൾ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു രൂപത്തിലേക്ക് മാറുന്നുണ്ട്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വിസ്പേഴ്സ് ആയിരിക്കും അവര് തരിക. അപ്പം ചോദിക്കണം, എന്ത് പറ്റി, ഇപ്പൊ പഴയ പോലെ അങ്ങോട്ട് കളിക്കാൻ പോകുന്നില്ലല്ലോ? അതായത് ഞാൻ ഈ ഒരു സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ അതിലൊരു വീഡിയോയിൽ ഒരു സംസാരിക്കുന്ന ആള് പറയുന്നുണ്ട്, അവരുടെ പേരെന്താന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. അതായത് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി
മുടി അഴിച്ചിട്ട് നടന്നിരുന്ന ആളാണ്. മുടി ഇങ്ങനെ സിടുക്കൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ നടന്നിരുന്ന ആളാണ് ചെറിയ കുഞ്ഞു പ്രായത്തിൽ. പെട്ടെന്നൊരു ദിവസം മുതൽ മുടി ഒന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് ബാക്കിലേക്ക് കെട്ടി നടക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാവരും ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അത് നല്ല രസമുണ്ടല്ലോ, ഇത് നല്ല രസമുണ്ടല്ലോ, ഇത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ബട്ട് അവർ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഇവർ ഈ മുടി ഇങ്ങനെ അഴിച്ചിടുന്ന സമയത്ത് അവരെ സ്ഥിരമായിട്ട് സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാറുള്ള ഓട്ടോ ഡ്രൈവർ ഉണ്ട്. ഡ്രൈവർ കുട്ടികളെ ഇവിടെ ഇങ്ങനെ തലോടും, തലയിൽ ഇങ്ങനെ തലോടും. കുറച്ച് കഴിഞ്ഞിട്ട് അയാള് ഈ മുടിയുടെ ഉള്ളിലൂടെ ഇങ്ങനെ കൈയിട്ടിട്ട് ഇവരുടെ പെരടിയിൽ ഇങ്ങനെ തടവി കൊടുക്കും. പിന്നെ അതവർക്ക് അസഹനീയമായി കഴിഞ്ഞപ്പോഴാണ് അവർ മുടി ബാക്കിലേക്ക് കെട്ടിയിടാൻ പോയത്. എന്നിട്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഒരാൾ പോലും എന്നോട് ചോദിച്ചില്ല എന്താ ഈ അങ്ങനെ കെട്ടിയിടാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഞാൻ ആരോടത് പറഞ്ഞിട്ടുമില്ല. ഒരുപക്ഷെ അവർ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു. നമ്മുടെ മക്കളിലുള്ള കുഞ്ഞു മാറ്റങ്ങളില്ലേ, അത് ശ്രദ്ധിക്കണം. 4-5 വയസ്സുള്ള മക്കള് അവര് നമ്മളോട് വന്നിട്ട് അവരുടെ നേരിട്ട് അബ്യൂസ് പറയൂല. എന്താണെന്നറിയോ? കളിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നുള്ളതുകൊണ്ടാണ്. ചൂണ്ടയിടാൻ വേണ്ടി പോയപ്പോ ഒരാൾ വന്നിട്ട് വിളിച്ചു, അപ്പുറത്ത് നല്ല മീൻ കിട്ടുന്ന സ്ഥലം അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. അയാൾ അങ്ങോട്ട് പോയി. അവിടെ പോയപ്പോ ഈ വിളിച്ച ആൾ എന്ത് ചെയ്യാണ്: നമുക്കിവിടെ ഇറങ്ങിയിട്ട് പിടിക്കാം, ഡ്രസ്സൊക്കെ അഴിച്ചിട്, നമുക്ക് ഒരുമിച്ച് ഇറങ്ങി പിടിക്കാം എന്ന് പറയുമ്പോൾ ഈ കുട്ടി ഈ ഒരു ദുരനുഭവം നേരിട്ടത് വീട്ടിൽ വന്ന് പറയൂല. അയാളതിൽ എങ്ങനെ പ്രതികരിച്ചാലും അയാളെ എന്ത് ചെയ്താലും ഈ കുട്ടി വീട്ടിൽ ചെന്നിട്ട് ഒരു പക്ഷേ ചൂണ്ടയിടാൻ അങ്ങോട്ട് പോകൂല. വീട്ടിൽ പറയാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. ഞാനൊരു ഒരു ഒരു കാര്യം കൂടി ചോദിക്കാം കേട്ടോ, ശരിക്ക് ആലോചിച്ചിട്ട് പറയണേ. നിങ്ങളുടെ കുട്ടി ഒരിക്കലും വന്നിട്ട് നിങ്ങളോട് പറയാണ്, ഞാൻ അവിടെ കുളിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു മകളാണെന്ന് വിചാരിച്ചോളി. അയാൾ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നു, എന്നെ ടച്ച് ചെയ്തു എന്ന് പറയാണ്. നമ്മള് ശരിക്കും ആലോചിച്ച് നോക്കണേ, ആ കുട്ടി നമ്മളോട് അത് വന്ന് പറയാൻ മാത്രമുള്ള ഒരു അടുപ്പം നമ്മൾ അവരുമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം. എനിക്കത് പറയുമ്പോൾ ഇതില് ആകെ സ്ക്രാമ്പിൾഡ് ആയിട്ട് പോകുന്നുണ്ട്. കാരണം ഇത് അത്ര വലിയൊരു വിഷയമാണ് എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്കത് എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങൾക്ക് അറിയൂല. മക്കളുടെ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. 30-35 വയസ്സായിട്ടും കല്യാണം കഴിക്കാത്തൊരു ലേഡിയോട് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കാനുള്ള കാരണം? അവര് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ചെറുപ്പത്തില് ഞാൻ സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെട്ട ആളാണ്. എനിക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞിനും അത് സംഭവിക്കുമെന്നുള്ള പേടി എനിക്കുണ്ട്. ഞാൻ എങ്ങനെയാ കല്യാണം കഴിക്കുക? യുനോ എന്ന് സംഭവിച്ചതാണെന്നറിയോ? 5-6 വയസ്സിൽ സംഭവിച്ച കാര്യമാണ്. 35 വയസ്സായിട്ടും അവർ ആ ട്രോമ കൊണ്ട് നടക്കുന്നുണ്ട്. ഇതൊരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾ കാണരുതേ. മക്കളുടെ കാര്യമാണ്. അവർക്കൊരു നല്ല കുട്ടിക്കാലം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു നല്ല പാരന്റ് ആയി പോയിട്ട് നമ്മളൊരു നല്ല മനുഷ്യൻ പോലും ആയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അവരുടെ ബിസി ടൈം ആയിരിക്കും. അവരിങ്ങനെ ഒരു ദിവസം കുട്ടി വീട്ടിൽ നിന്ന് വന്നാണ്ട് ഇങ്ങനെ സ്കൂൾ വിട്ട് വന്നിട്ട് അമ്മയെ വിളിക്കുകയാണ്: അമ്മ. എന്താ മോനെ? അമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അജി പറഞ്ഞോടെ. അമ്മ ഒന്ന് നോക്കോ. എന്തിനാ നോക്കണേ? നിങ്ങൾക്ക് കേൾക്കാലോ, ചെവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഈ പറഞ്ഞോട് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ഈ മറുപടിയിൽ ഒരു പക്ഷെ ഇല്ലാതായി പോകുന്നത് ആ കുഞ്ഞൊരു പക്ഷെ നിങ്ങളോട് പറയാൻ വന്നത് അയാൾക്ക് ബസ്സിൽ നേരിട്ട ഒരു ദുരനുഭവമാവാം. ഒരു ടീച്ചർ അയാളെ എന്തോ സെക്ഷൽ അബ്യൂസ് ചെയ്തതാവാം. ഒരു കൂട്ടുകാരൻ അയാളെ എന്തെങ്കിലും ഒരു ബ്ലാക്ക്മെയിൽ ചെയ്തതാവാം. പക്ഷെ അയാളോടൊന്ന് മുഖത്തേക്ക് നോക്കിയിട്ട് എന്താ പറഞ്ഞോ എന്ന് ചോദിക്കാൻ പോലും പറ്റാത്ത അത്രമേൽ എന്ത് തിരക്കാ നമുക്കുള്ളത്. നമ്മുടെ മക്കളെക്കാൾ എന്ത് തിരക്കാ നമുക്ക് ഉണ്ടായിപ്പോയത്. അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവൻ എന്തിനാ നമ്മളൊരു പാരന്റ് ആയത് പോലും. അവർക്കുള്ള ടൈം കൊടുക്കണം. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഒരു പ്രസന്റ് എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ലൊരു നമ്മളെ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ അത് പറഞ്ഞു വന്നത് എന്തിനാന്ന് വെച്ചാൽ, കുട്ടികൾ അബ്യൂസ് ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. കുട്ടികൾ അബ്യൂസ് ചെയ്യാൻ വൈ വൈ കിഡ്സ്, മുതിർന്നവരില്ലേ, അതിനുള്ള കാര്യങ്ങളില്ലേ. ഒന്നാമത്തത്, അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അവരെ പറഞ്ഞ് അത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ നല്ല രസം ഉണ്ടാകും, നല്ല പ്ലഷർ കിട്ടും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രസമുള്ള ഒരു കാര്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമുള്ളതായിരിക്കും. മറ്റൊന്ന്, പ്രഡേറ്റർ എപ്പോഴും ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കും. ആളുകളെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പേടിയുള്ള ആളായിരിക്കും. പക്ഷെ കുട്ടികളാകുമ്പോൾ ഇര എളുപ്പമാണ്, അത്ര സേഫ് ആയുള്ള ഒരു ഇരയാണ്. മറ്റൊന്ന്, അവരെ പേടിപ്പിച്ച് നിർത്താം. ഇത് പെട്ടെന്ന് ആരും അറിയൂല എന്നുള്ളൊരു ധൈര്യം ഉണ്ടാവും.
അവിടെയാണ് സെക്സ് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. കുട്ടികൾക്ക് ഞാൻ പറഞ്ഞല്ലോ, 2 വയസ്സാകുമ്പോഴേക്കും മാക്സിമം 3 വയസ്സാകുമ്പോഴേക്കും അവരുടെ പ്രൈവറ്റ് പാർട്ടുകളുടെ, ഇത് കണ്ണാണ്, മൂക്കാണ്, ഇതാണ് ലിപ്സ് ആണ് എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഹാൻഡ് ആണ് ഇംഗ്ലീഷിൽ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രൈവറ്റ് പാർട്ടുകൾ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കും. പക്ഷെ അവരോട് പറയണം. അതായത് ഇതിന്റെ ഒരു 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 കേസ് ഒരു മുമ്പുണ്ടായിരുന്നു. ആ കേസിൽ കുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിൽ ഒരാൾ ടച്ച് ചെയ്തു, സെക്ഷുവലി അബ്യൂസ് ചെയ്ത ഒരു കേസാണ്. കുട്ടിയോട് ചോദിച്ചപ്പം കുട്ടി അതിന് വീട്ടുകാരിട്ടൊരു ഓമന പേരുണ്ടാവുമല്ലോ, പ്രൈവറ്റ് പാർട്ടുകൾക്ക് ഒരു ഓമന പേര് ഇടുമല്ലോ. കുട്ടി ആ ഓമന പേരാ പറഞ്ഞിട്ടുള്ളത്, ആ നിക്നെയിമാ പറഞ്ഞിട്ടുള്ളത്. അവിടെ ടച്ച് ചെയ്തു. കേസ് ലീഗലി നോക്കുകയാണെങ്കിൽ കേസിന്റെ ഒരു ഒരു സ്ട്രോങ്ങിന് അത് ബാധിച്ചേക്കാം. ഇത് ഒരു തലം മാത്രം ഞാൻ പറഞ്ഞത്. ഈ പ്രൈവറ്റ് പാർട്ടുകൾ കുട്ടി വന്നിട്ട് പറയാണ്, എന്റെ പീനിസിൽ ഒരു ടീച്ചറോട് പറയാണ്, എന്റെ തുക്കുമൽ ഒരാൾ പിടിച്ചു എന്ന് പറയാണ്, അല്ലെങ്കിൽ എന്റെ ചുന്നിമൽ ഒരാൾ പിടിച്ചു എന്ന് പറയാണ്. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അതിന് കൊടുത്തിട്ടുള്ള ഓമന പേര് ടീച്ചർക്ക് അറിയൂല. ടീച്ചർ അതൊരു പക്ഷെ അത്ര ബോധർ ചെയ്യൂല. അതേസമയം കുട്ടി പോയിട്ട് പറയാണ്, ടീച്ചർ എന്ന് ഞാൻ വാനിൽ വരുന്ന സമയത്ത്, ഓട്ടോറിക്ഷയിൽ വരുന്ന സമയത്ത് എന്റെ പീനസിൽ ഒരാൾ പിടിച്ചു. കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആണ്, കേൾക്കുന്ന ആൾക്കും അത് ക്ലിയർ ആണ്. അതുകൊണ്ടാണ് അവരെ കൃത്യമായിട്ട് 3 വയസ്സാകുമ്പോഴേക്കും പ്രൈവറ്റ് പാർട്ടിന്റെ ഒറിജിനൽ നെയിംസ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തേ തീരൂ. കഴിഞ്ഞിട്ടില്ല കേട്ടോ. മറ്റൊന്ന്, ഇതില് കുട്ടികൾക്ക് കുറെ കാര്യങ്ങൾ, ഈ ഒരു സെക്ഷൽ അബ്യൂസ്, ഞാൻ ഇത് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയട്ടോ. സെക്ഷൽ അബ്യൂസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, പ്രത്യേകിച്ചും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒക്കെ. ഇത് എന്റെ അഭിപ്രായങ്ങൾ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് കുറെ സ്റ്റഡി ചെയ്തു. അതൊക്കെ ഞാനൊന്ന് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു ലൈറ്റ് കളർ അണ്ടർ ഗാർമെന്റ്സ് അവർക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് ഡാർക്ക് കളർ ഉപയോഗിക്കുന്നതിന് പകരം ലൈറ്റ് കളർ, അതായത് വൈറ്റ്, ഏതോ സ്കൂളുകളിലൊക്കെ വൈറ്റ് കളർ അണ്ടർ ഗാർമെന്റ്സ് നിർബന്ധമാക്കിയിട്ടുണ്ട് അത്രേ. കാരണം അതിലെന്തെങ്കിലും ചളി പുരണ്ടാലോ, അതിലെന്തെങ്കിലും, പ്രത്യേകിച്ച് അണ്ടർ ഗാർമെന്റ്സ് ആണല്ലോ, പെട്ടെന്ന് അങ്ങനെ ചളി പറ്റാൻ പാടില്ലല്ലോ. പക്ഷെ അത് രക്ഷിതാവിനെ കാണുമ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റ് കളർ അണ്ടർ ഗാർമെന്റ്സ് അത് കുട്ടികൾക്ക് ധരിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ അത് പറയുന്നത് നിങ്ങളോട് വീണ്ടും വീണ്ടും ഉണർത്താനുള്ള കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അവരുടെ ലൈഫിൽ ഒറ്റവട്ടം സംഭവിച്ച ഒരൊറ്റ കാര്യം മതി, ഒരു കുഞ്ഞു കാര്യം മതി. ലൈഫ് ലോങ് അത് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. സോഷ്യലി അത് അവരെ അഫക്ട് ചെയ്യും, മെന്റലി അത് അഫക്ട് ചെയ്യും. ഒരു ആസ് എ പേഴ്സൺ, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലക്ക് അവരുടെ സ്വഭാവത്തെ തന്നെ അത് മാറ്റിമറിയും. അവരുടെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 4ാം ക്ലാസ്സിലല്ല, LP സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന്റെ സുഹൃത്തുണ്ട്. സുഹൃത്ത് പറഞ്ഞൊരു കാര്യമാണ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു പെൺകുട്ടിയെ മൂത്രപ്പുരയുടെ ഭാഗത്ത് കിടത്തിയിട്ട് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറി കിടക്കുന്നതാണ്. ഇത് പെട്ടെന്ന് ഒരു അധ്യാപകൻ വന്നപ്പോൾ കണ്ടപ്പോ പെട്ടെന്ന് പാനിക്കായി പോയി. കാരണം ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്തൊരു കാഴ്ചയാണ്. ആൻഡ് അവരുടെ ഡ്രസ്സസ് ഒക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അൺഡ്രസ് ചെയ്തിട്ടുണ്ട് അവർ രണ്ടുപേരും. കുട്ടിയെ വിളിച്ചിട്ട് പെൺകുട്ടിയോട് ചോദിച്ചപ്പം പറഞ്ഞു, ഇവൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു, ആൺകുട്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞു. ആൺകുട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആൻഡ് അച്ഛന്റെ മൊബൈലിലും ഇതുണ്ടല്ലോ, അച്ഛനർക്ക് മൊബൈലിൽ ഇത് കാണാറുണ്ട്. നമ്മുടെ കുട്ടികളെ നമ്മൾ കൂടെ കിടത്തുന്ന സമയത്ത്, ഭാര്യയും ഭർത്താവും സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്ന സമയത്ത് അവരെ മാറ്റി കിടത്തണം, കുട്ടികളെ മാറ്റി കിടത്തണം. ഒരിക്കലും ഭാര്യയും ഭർത്താവും സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്ന സ്ഥലത്ത് കുട്ടികളെ ആ കട്ടിലെ കിടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ നമ്മൾ വിചാരിക്കുന്നത് കുട്ടികൾ ഇത് അറിയുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ എന്നുള്ളതാണ്. ബട്ട് അവര് അവിടെ കണ്ണുറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ചുറ്റും നടക്കുന്ന ശബ്ദങ്ങൾ നിങ്ങൾ നോക്കേണ്ടി, ചെറിയ ചെറിയ ശബ്ദങ്ങളിൽ പോലും കുട്ടികൾ ഇങ്ങനെ ഇങ്ങനെ പാനിക് ആവുന്നത് കാണാം. ആ ശബ്ദങ്ങൾ, ആ കാര്യങ്ങളൊക്കെ അവർ അറിയുന്നുണ്ട്, അത് അവരുടെ മൈൻഡിനെ ബാധിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു റൂം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നിലത്ത് ഒരു ബെഡ് വിരിച്ചിട്ട് അതിൽ കിടത്തിയെങ്കിലും ചെയ്യണം. മറ്റൊന്ന്, ഞാൻ കുട്ടികളുടെ കാര്യമാണ് ഇപ്പൊ ഞാൻ ഫോക്കസ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഒരു സർപ്രൈസ് വിസിറ്റ് ഇടക്ക് നമ്മൾ സ്കൂളുകളിലേക്കോ അല്ലെങ്കിൽ അവര് ബസ് കാത്തു നിൽക്കുന്നിടത്തേക്കോ നമ്മൾ ഇടക്കൊന്ന് പോയി നോക്കണം. ഇനി അവര് പതിവായിട്ട് വാനിൽ വരുന്ന ആളുകളാണെങ്കിൽ, ഇതിലൊക്കെ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇടക്കെപ്പോഴെങ്കിലും ഒന്ന്
ലേറ്റ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്കൊക്കെ വാഹനം ലേറ്റ് ആയി വരുന്നുണ്ട്, അതിനുള്ള റീസൺസ് കൃത്യമായിട്ട് അറിയുന്നില്ല, കുട്ടിയൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സർപ്രൈസ് വിസിറ്റ് അവർ വരുന്ന വഴിയിൽ പെട്ടെന്ന് ഒരു ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ വിസിറ്റ് നടത്തുമ്പോൾ ഒരു ഈ പ്രഡേറ്റർക്ക് ഒരു ധാരണ ഉണ്ടാകും അവർ എപ്പോഴെങ്കിലും വന്നേക്കാം. അതുകൊണ്ട് തന്നെ കുട്ടികൾ ആ കാര്യത്തിൽ ഒന്നുകൂടി സേഫ് ആയിരിക്കും എന്നർത്ഥം. മറ്റൊന്ന്, ആർത്ത് കരയാൻ വേണ്ടി പറയണം കുട്ടികളോട്. ഒരു കുട്ടിയെ അബ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇയാൾ പറയുന്ന, പൊതുവെ പ്രഡേറ്റർ പറയുന്ന അല്ലെങ്കിൽ ഇവരെ അബ്യൂസ് ചെയ്യുന്ന ആള് പറയുന്ന ഒരു വാക്കുണ്ട്, ഇതെങ്ങാനും പറഞ്ഞ ആരെങ്കിലും അറിഞ്ഞാൽ ഞാൻ കൊന്നു കളയൂട്ടോ. കുട്ടികൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കണം, ആരെന്റെ പ്രൈവറ്റ് പാർട്ടിൽ ടച്ച് ചെയ്തിട്ട് ഇത് ആരോടെങ്കിലും പറഞ്ഞ് എന്നെ കൊല്ലിട്ടോ എന്ന് അവർ പറയുന്നത് അവർക്ക് പേടിയുള്ളതുകൊണ്ടാണ്, അവരെ പോലീസ് പിടിക്കുന്ന പേടിയുള്ളതുകൊണ്ടാണ്. അങ്ങനെ എന്തുണ്ടെങ്കിലും അമ്മയോട് ഒന്ന് പറയണം കേട്ടോ. കുട്ടികളോട് ഞാൻ ഒരു ഉദാഹരണം പറയാം കേട്ടോ. ശ്രീവർഷമേമന് മക്കളുണ്ടോ? ഞാൻ വീഡിയോയിൽ കാണുന്ന നിങ്ങളെ യെസ് ആയതുകൊണ്ടാണ് സർ, എനിക്കൊരു 10-year old ഉണ്ട്. ആ ഓക്കെ. ഞാനേ 10-year ഞാൻ old ഉണ്ട്. ഓക്കെ, വെരി വെരി താങ്ക് യു താങ്ക് യു. ഞാൻ ഒരു കാര്യം കേട്ടോ, അതായത് ഇപ്പോ നമ്മൾ കുട്ടികളോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് അവരുടെ കമ്മ്യൂണിക്കേഷനിൽ മാറ്റം വരും. ഇപ്പോ ശ്രീവർഷ മാം ഒന്ന് പുറത്തു പോയി തിരിച്ചു വന്നിട്ട് മകളോട് അല്ലെങ്കിൽ മകനോട് പറയാണ്, ഇന്ന് ഞാൻ ബസ്സിലിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെ വല്ലാതെ തുറിച്ചു നോക്കി, അയാൾ എന്നെ തന്നെ നോക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അയാൾ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ അയാളോട് ചോദിക്കാൻ നിന്നപ്പോഴേക്കും എന്റെ ബസ് സ്റ്റോപ്പ് എത്തിയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. എനിക്ക് അയാളോട് ചോദിക്കണം എന്നുണ്ടായിരുന്നു, പറ്റിയില്ല. ഇനി അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എന്തായാലും പറ്റുകയാണെങ്കിൽ ഞാൻ അയാളുടെ മോന്തടിച്ച് പൊട്ടിക്കൂട്ടും. 10 വയസ്സുകാരിയോട് അല്ലെങ്കിൽ 12 വയസ്സുകാരിയോട് നമ്മൾ ഇത് പറയുമ്പോൾ സെയിം സിറ്റുവേഷൻ അവർക്ക് ബസ്സിൽ നിന്ന് ഉണ്ടാവുമ്പോൾ അവർ വന്നിട്ട് പറയും, അമ്മ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടോ. അവർക്ക്, അതായത് നമ്മളൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾ അവർക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. എങ്ങനെ കുട്ടികളോട് സംസാരിച്ച് തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നത്. പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഇന്ന് ബസ്സിൽ അങ്ങനെ ഉണ്ടായി എന്നല്ല. അവരോട് പതിയെ പതിയെ നമ്മളൊരു ജനറൽ ടോക്കുകൾ ഇങ്ങനെ നടത്തി സംസാരിക്കുമ്പോൾ, ഓ എങ്ങനെ ഈ ഒക്കെ ബസ്സിൽ പോയി വരുന്നത്, ഇന്നിപ്പോ ഞാൻ ബസ്സിൽ പോയപ്പോ തന്നെ ഒരാൾ എന്തോരം നോട്ടം നൽകി, എനിക്ക് അയാളെ കണ്ണു മുറടക്കി കൊടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല, അത്രയും തിരക്കുമായിരുന്നു ബസ്സിൽ. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, അങ്ങനെ ആരെയും നോക്കാറുണ്ടോ, ടച്ച് ചെയ്യാറുണ്ടോ? കുട്ടികൾ ഓപ്പൺ ആവും, കുട്ടികൾ പറയും. കുട്ടികൾക്ക് പറയാൻ ഒരു അവസരം, ഒരു ഓപ്പൺ ഡോർ ആയിട്ട്, ഒരു ഓപ്പൺ ബുക്കായിട്ട് നമ്മൾ നിന്ന് കൊടുക്കണം. പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. മൊബൈൽ കിട്ടിയിട്ട് അല്ലെങ്കിൽ അടുക്കള പണിയിലാണ്, തിരക്കിലാണ്, കുട്ടി വന്നിട്ടൊരു കാര്യം പറയുമ്പോഴേക്കും മുഖം തിരിച്ച് നിൽക്കുന്നവരാണ് നമ്മളെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന മര്യാദ എന്താ? അവർ നമുക്ക് തരുന്ന മര്യാദ എന്തായിരിക്കും? കേൾക്കാൻ ഒരാളില്ലാതെ പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ? അവരെ കേൾക്കാൻ പാകത്തിൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളോട് എല്ലാ കഥകളും പറയാൻ തുടങ്ങും, അയാളോട് എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ തുടങ്ങും. സെക്ഷലി അവർക്ക് അതിൽ ആരെന്ത് ചോദിച്ചാലും പ്രശ്നം ഉണ്ടാകൂല. അഫയേഴ്സ് പെട്ടെന്ന് ഉണ്ടാവാനുള്ള ഒരു റീസൺ പാരന്റ്സ് കൃത്യമായിട്ട് അവരെ കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. കാമുകന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താ? കാമുകി എന്ത് പറഞ്ഞാലും കേട്ടിരിക്കും എന്നുള്ളതാണ്. സോ മക്കളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വീഴ്ച വരുന്നുണ്ടെങ്കിൽ ഹു ഇസ് ബിഹൈൻഡ് ഇറ്റ്? പറ, ആരാ? പാരന്റ്സ് ആണ്, കുട്ടികളല്ല. നല്ലതായാല് രക്ഷിതാക്കളുടെ ക്വാളിറ്റിയും, കേട് വന്നാൽ അത് കൂട്ടുകാരുടെ കുഴപ്പം കൊണ്ടും, അതല്ല, നന്നായാലും നമ്മൾ തന്നെയാണ്, ചീത്തയായാലും നമ്മൾ തന്നെയാണ്. ഓക്കെ. മറ്റൊന്ന്, അവരുടെ ബിഹേവിയറിലുള്ള ചേഞ്ചസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അത് ഡ്രസ്സ്, ഇപ്പം ഇവിടെ ഇങ്ങനെ തുറന്നിട്ട് നടത്തിയിരുന്ന ആളാണ്, പെട്ടെന്ന് ഇത് ഇട്ട് നടക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇങ്ങനെ ഷോൾ ഇടാതെ നടത്തിയിരുന്ന ആളാണ്, പെട്ടെന്ന് ഷോൾ ഇടാൻ തുടങ്ങി. എന്താ പെട്ടെന്നൊരു ഷോൾ ഇടലൊക്കെ? എന്തെങ്കിലും എന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക. അവരുടെ ചെറിയ മാറ്റങ്ങൾ പോലും നല്ല രസമുണ്ട്, പക്ഷെ എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ മാറാനുള്ള റീസൺ എന്താ എന്ന് ചോദിച്ചു നോക്കുക. അവര് പറയും. ആൻഡ് രക്ഷിതാക്കൾക്ക് അപ്പുറത്തേക്ക് ടീച്ചേഴ്സിൽ ചിലപ്പം ചില നേരത്തൊക്കെ കുട്ടികളെ കുറിച്ച് പറയും, എന്ത് പറ്റി, കുട്ടി അത്ര അറ്റൻറ്റീവ് അല്ലല്ലോ ക്ലാസ്സിൽ, മുമ്പൊക്കെ ഭയങ്കര അറ്റൻറ്റീവ് ആയിരുന്നു, അത്ര അറ്റൻറ്റീവ് അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നേരെ അങ്ങോട്ട് റൂമിലേക്ക് കണ്ട് ഇടിച്ചു കയറി ചെന്നിട്ട് ഇവിടെ വടജന്തര ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത എന്ന് ചോദിക്കുന്നതിന് പകരം, എന്ത് പറ്റി മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ക്ലാസ്സിൽ എന്തോ പഴയ പോലെ അറ്റൻറ്റീവ് അല്ല എന്ന് പറയുന്നുണ്ടല്ലോ, എന്തെങ്കിലും പ്രയാസമുണ്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ? ആൻഡ് ഇവന് ഒറ്റയടിക്ക് പോയിട്ട് എനിക്ക് എന്തെങ്കിലും സെക്ഷൽ അബ്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കാനല്ല പറയും. ഇതൊക്കെ റെഡ് ഫ്ലാഗ്സ് ആണ് നല്ല പറയുന്നത്. ഇതൊക്കെ സൈൻസ് ആണ്, ഒരു അടയാളങ്ങളാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുന്നത്, ഈ അടയാളം എന്നുള്ളത് LKG തലം മുതൽ +2 തലം വരെയുള്ള തലങ്ങളിലേക്കൊക്കെ അത് അപ്ലിക്കബിൾ ആണ്.
+2 പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഞാൻ പഠിപ്പിച്ച ഒരു പെൺകുട്ടി ഒരിക്കലും വന്നിട്ട് പറഞ്ഞതാണ്, അവളുടെ ഒരു ഫ്രണ്ടിനെ സ്വന്തം അങ്കിള്, അമ്മയുടെ ആങ്ങള അവളെ സെക്ഷലി റേപ്പ് ചെയ്തു. പക്ഷെ ഈ കുട്ടിക്ക് ഇത് ആരോടും പറയാൻ വയ്യ, വീട്ടുകാരോട് പോലും പറയാൻ പേടി. ഇവള് സ്വന്തം ശരീരത്തോട് പോലും അറപ്പും വെറുപ്പുമായി തുടങ്ങിയിട്ട് ഇവള് ഈ വിവരം കൂട്ടുകാരിയെ അറിയിച്ചു. കൂട്ടുകാരി വന്നിട്ട് എന്നോട് ചോദിച്ചു എന്ത് ചെയ്യണം. അങ്ങനെ ഞാൻ അതിന് അവരുടെ സ്കൂളിലുള്ള കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് കൗൺസിലറെ ബന്ധപ്പെട്ടിട്ട് ഞാൻ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ സ്കൂളിലുള്ള കൗൺസിലിങ്ങിന് ചെയ്യുന്ന ആള് പ്രിൻസിപ്പളെയും അറിയിച്ചിട്ട് പാരന്റ്സിനെ വിളിപ്പിച്ചു. പാരന്റ്സ് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യം. പാരന്റ്സ് വന്നിട്ട് ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ഇവരാദ്യം ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? ഇതെന്തിനാണ്, അതായത് എൻ്റെ സ്റ്റുഡന്റ് ഉണ്ടല്ലോ, ഇവൾ എന്തിനാണ് ഈ മാഷോട് പറഞ്ഞത്? ഇതൊക്കെ മാഷോട് പറയേണ്ട കാര്യങ്ങളാണോ? അത്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിലെന്താണ്? അത് അങ്ങനൊന്നും ഉണ്ടായിട്ടുണ്ടാകൂല. ഓൾ ചിലപ്പം കയ്യിൽ പിടിച്ചിട്ടുണ്ടാവുള്ളൂ. കൾപ്രിറ്റായി മാറിപ്പോയി. ഈ ഒരു വിവരം പറഞ്ഞപ്പോഴേക്കും പറഞ്ഞത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി. ഈ പെൺകുട്ടിയെ പിന്നെ മെന്റലി ഹരാസ് ചെയ്യുകയാണ്. എന്തിന്? ഫാമിലിയുടെ പേരില്ലാതാക്കി എന്നുള്ളത്. ആ കുട്ടി കടന്നു പോണ സ്റ്റേജ് ഏതായിരിക്കും? അവിടെ ചെറിയ മാറ്റങ്ങൾ പോലും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആൻഡ് ബി ഓപ്പൺ ടു യുവർ കിഡ്. അത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ എക്സ്പീരിയൻസസ് അവരോട് ഷെയർ ചെയ്യുക. നമ്മുടെ പ്രൈവസി മാറ്റേഴ്സ്. നമ്മളെ ഇപ്പം പാരന്റ്സ് ഒക്കെ ഡ്രസ്സ് മാറുന്നിടത്ത് ഒരു 3-4 വയസ്സ് വരെയൊക്കെ ഓക്കെ, ഒരു 6 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവരോടൊന്ന് ചോദിക്കുക, ഞാൻ അമ്മ ഒന്ന് ഡ്രസ്സ് മാറട്ടെ കേട്ടോ, മോനൊന്ന് പുറത്തിറങ്ങി നിൽക്കട്ടോ. അവർ തിരിച്ച് നമ്മളോട് പറയുമ്പോ ഞാൻ ഒറ്റക്ക് ഇട്ടോളാം എന്ന് പറയുമ്പോൾ നമ്മൾ അതെന്ത് ചെയ്യാം? ഓക്കെ, ഞാൻ നോക്കുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? അവരുടെ പ്രൈവസി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അംഗീകരിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നോ പറയാൻ കുട്ടികളെ പഠിപ്പിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ നോ പറയാല് കുട്ടികൾക്ക് ഇല്ലാതായി കഴിയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, എന്നോട് ഇല്ല എന്ന് പറയാൻ മാത്രമായോ? നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് കുട്ടിക്ക് അത് ഓക്കെ അല്ല, കുട്ടി ഓക്കെ അല്ല എന്നത് പറയുമ്പോൾ നമ്മൾ പറയുന്ന മറുപടി എന്താ? മൂത്തവരോടെ പാടില്ല എന്ന് പറയുന്നത്? മൂത്തവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. പക്ഷെ മൂത്തവർ ചെയ്യുന്ന എല്ലതും ശരിയാണെന്ന് കുട്ടികളെ ധരിപ്പിക്കരുത്. അങ്ങനെ ധരിപ്പിക്കുമ്പോൾ മൂത്തൊരാൾ വന്നിട്ട് അവളെ ഇങ്ങനെ ഹഗ് ചെയ്യുന്നത് അത് ഓക്കെയാണ്, മൂത്തവരല്ലേ, കുഴപ്പമില്ലല്ലോ, മൂത്തവർക്ക് അറിയാലോ എന്ന ചിന്തയിലേക്ക് കുട്ടിയെ എത്തുകയാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടി അതിലെന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, മക്കളൊക്കെ വലുതാവുകയാണല്ലോ. കുട്ടികള് ഫോൺ വീഡിയോ കാണുന്ന ഒരു കാലം വരും. കുട്ടികൾ കാണും. നമ്മളിങ്ങനെ പറയാറുണ്ട്, ചില പാരന്റ്സ് ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയാറുണ്ട്, ഭയങ്കര അഭിമാനത്തോടെ പറയാറുണ്ട്, ഓൻ ഇന്നോടാ കളിച്ചത്, ഇതിനെക്കാട്ടിയും വലിയ കളിയൊക്കെ. ടീച്ചേഴ്സ് ഒക്കെ ഇടക്കിടക്ക് പറയുന്ന ഡയലോഗാണ്. ഇതിനെക്കാട്ടിയും വലിയ കളികളൊക്കെ കളിച്ചിട്ട് നമ്മൾ വരുന്നത്. നമ്മുടെ പാരന്റ്സും അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നോ? അവരറിയാതെ നമ്മൾ എന്തൊക്കെ കളിച്ചിട്ടുണ്ട്. ആൻഡ് യു ബിലീവ് യു നോ യുവർ ചൈൽഡ് ബെറ്റർ? ഓഫ് കോഴ്സ് നോട്ട്. കുട്ടികൾക്ക് അവരുടേതായ ചില മെത്തേഡുകളുണ്ട്, അവരുടേതായ ചില കൂട്ടുകെട്ടുകളുണ്ട്. ആ കൂട്ടുകെട്ടുകളിൽ നിന്നും അവർക്ക് കിട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. കുട്ടികൾ ഫോൺ വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ വാട്ട് വിൽ യു ഡു? നിങ്ങളുടെ കുട്ടി ഫോൺ വീഡിയോ കാണുന്നത് നിങ്ങൾ കൈയോടെ പിടിച്ചു, എന്ത് ചെയ്യും? നിങ്ങൾ ഒന്ന് എല്ലാവരും, ബാക്കിയുള്ളവർ ഉറങ്ങുകയാണെന്ന് അറിയണമല്ലോ, നിങ്ങളൊന്ന് കമന്റിൽ ഒന്ന് അഭിപ്രായം അറിയിക്കും. ഫോൺ വീഡിയോ കാണുന്നത് ലൈവായിട്ട് നിങ്ങളെ കുട്ടി, നിങ്ങളുടെ എന്ത് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരാൾ ഫോൺ വീഡിയോ കാണുന്നത് നിങ്ങൾ ലൈവായിട്ട് കണ്ടു, അല്ലെങ്കിൽ അവര് കാണുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഉറപ്പായി. വാട്ട് വിൽ യു ഡു? കമന്റ് ആയിട്ട് പറഞ്ഞാൽ, ഇനി പറയാൻ പറ്റുന്നുള്ളവർ പറഞ്ഞാലും മതി കേട്ടോ. ഒന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കി പറയുകയും ചെയ്യാം. ഒന്ന് കമന്റിൽ ഒന്ന് അറിയിക്കോ നിങ്ങൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് വോയിസ് ആയിട്ട് എന്ന് പറഞ്ഞാലും മതി. യെസ്, സത്യമായിട്ടുള്ള മറുപടി ആവണം കേട്ടോ. നിങ്ങൾ ഇപ്പൊ ആലോചിച്ചുണ്ടാക്കിയ മറുപടി എനിക്ക് വേണ്ട. വാട്ട് വിൽ യു ഡു? നിങ്ങൾക്ക് അത് മാത്രം കേട്ടാൽ മതി. ആരുമില്ലേ? ഞാനൊരു 10 സെക്കൻഡ് ഞാൻ വെയിറ്റ് ചെയ്യുള്ളൂ കേട്ടോ. ആരെങ്കിലും ഫസ്റ്റ് ഒരാൾ കമന്റ് ചെയ്യുന്നത് വരെ, കഴിഞ്ഞ ബാക്കി ഞാൻ തന്നെ പറയും. ആരെങ്കിലും ഒരാളൊന്ന് കമന്റ് ചെയ്യാം. ഒന്നും പറയാൻ പറ്റാതെ സ്റ്റക്ക് ആവലാകും. കോഴ്സ് തീർച്ചയായിട്ടും ദെൻ ഒന്നും പറയാൻ പറ്റിയില്ല. സ്വാഭാവികമായിട്ടും ഇഫ് ദർ ഈസ് നോ വേർഡ്സ് ദർ വിൽ ബി ആക്ഷൻ, അല്ലെ? എന്തായാലും ഒരു ആക്ഷൻ ഉണ്ടാകും, അടി ഉണ്ടാകും, ഉറപ്പാ, മിക്കവാറും,
അല്ലേ? ശ്രീവർഷ മാം, നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്തു, വീണ്ടും മ്യൂട്ട് ചെയ്തു, നിങ്ങൾ പറഞ്ഞോളൂ. ആക്ച്വലി ഞാൻ ഞാനൊന്ന് ജസ്റ്റ് ആ ഒരു തിങ് പ്രോസസ് ചെയ്യാണ്. ഞാൻ എപ്പോഴും എന്റെ അമ്മോട് പറയുന്ന ഒരു കാര്യമാണ്, ബിക്കോസ് he will turn 13 or 14 someday and I will have to experience. ഞാനൊരു ഹീലറും കൂടിയാണ്, ഹോണോനോപ്പോ EFT ഹീലറാണ്. So I ഓക്കെ meet parents this way every day. Means I meet it. അപ്പൊ ഞാൻ ഈ ഹോണോനോപ്പോ ഒക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ I understand this will happen to my child also someday because of something. Maybe I am anything perfect, this will happen. എന്നെ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മദറാണ് ഞാൻ. പക്ഷേ കൂടി ഇപ്പൊ സഡൻ ആയിട്ട് അങ്ങ് ചോദിച്ചു കഴിഞ്ഞപ്പോ ഐ ഫീൽ ലൈക്ക് സ്റ്റക്ക്. എന്തായിരിക്കും ഞാൻ റിയാക്ട് ചെയ്യാ? വി ആർ ലൈക്ക് ഓക്കെ good friends and things like that, and I will surely know when he sees it, because ഓക്കെ എനിക്കറിയാം അവൻ എവിടെ പോയി ആയിരിക്കും ഇത് നോക്കുക എന്നുള്ളതും കൂടെ എനിക്കറിയാം, because I am a very techie person, so I will understand it. ഞാനേ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി കേട്ടോ. ഓക്കെ, താങ്ക് യു ശ്രീവർഷ മാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ? ആണെങ്കിൽ ഒന്ന് കമന്റിൽ ഒന്ന് യെസ് അല്ലെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഹാർട്ട് ഒന്ന് ചെയ്താലേ. കാരണം അതിങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ ഓൺലൈനിൽ ഉള്ളത് കാണുന്നുണ്ട്, ബട്ട് ആരും ഒന്നും മിണ്ടുന്നുമില്ല, പറയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും. ഇനി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ആണെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക കേട്ടോ. യെസ്, താങ്ക് യു. ഓക്കെ, ഓക്കെ, റിയൽമി യെസ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ക്ലാസ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് പെട്ടെന്ന് പോക്കറ്റിൽ ഫോൺ ഉള്ളത് പോലെ എനിക്ക് തോന്നി. ഞാൻ അടുത്ത് ചെന്നിട്ട് ഫോൺ ചോദിച്ചു. അവൻ തരാൻ കൂട്ടാക്കിയില്ല. നിർബന്ധിച്ച് ഞാൻ ആ ഫോണ് തരാൻ പറഞ്ഞു. അതിന്റെ ലോക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ലോക്ക് ഓപ്പൺ ചെയ്തതിന്റെ ശേഷം ഞാൻ അതിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കാര്യമായിട്ട് പറയുന്നത്, അതിന്റെ ഫയൽസ് തുറന്നു നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫയൽസും ഫോൺ വീഡിയോസ് ആണ്, സെക്സ് വീഡിയോസ് ആണ് ഇതിലുള്ളത്. ഐ വാസ് ലൈക്ക് സ്ട്രക്ക് വിത്ത് ഒരു അടി കിട്ടിയത് പോലെയായിരുന്നു. പെട്ടെന്ന് നമ്മൾ പഠിപ്പിക്കുന്ന, നമ്മൾ അത്രമേൽ പ്രിയപ്പെട്ട ഒരു കുട്ടിയുടെ അടുക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ കുറച്ചു നേരം സ്റ്റക്കായി. എനിക്ക് എന്ത് പറയണം എന്നറിയില്ല, എങ്ങനെ പറയണം എന്നറിയില്ല. ഞാൻ ഇങ്ങനെ നിന്ന്, ഞാൻ ഇവന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി, ഒന്നും പറഞ്ഞില്ല. ഐ ഡിഡ്ന്റ് സേ എനിത്തിങ്. ഞാൻ അയാളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അയാളുടെ കണ്ണ് നിറയാൻ തുടങ്ങി. അയാൾ എന്നോട് പറഞ്ഞു, പറ്റിപ്പോയി, ഇതാരോടും പറയരുത്. ഞാൻ അയാളോട് പറഞ്ഞ മറുപടി, ഇതെങ്ങനെയാ എനിക്ക് ഒരാളോട് പറയാൻ പറ്റുക? ഈ എന്റെ കുട്ടിയല്ലേ, അന്നെ മോശക്കാരനാക്കാൻ എനിക്ക് എങ്ങനെ പറ്റുക? പക്ഷെ എനിക്ക് എന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു കേട്ടോ. അത് തിരിച്ച് പെട്ടെന്ന് തന്നെ വരുമോ എന്ന് എനിക്ക് അറിയൂല, ബട്ട് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ മൈൻഡിൽ കൊണ്ടിട്ടുണ്ടോ കേട്ടോ എന്ന് പറഞ്ഞപ്പോ 2 കണ്ണുകളും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. നിറഞ്ഞൊഴുകിയിട്ട് അയാൾ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇനി ഒരിക്കൽ ഞാൻ റിപ്പീറ്റ് ചെയ്യൂല കേട്ടോ. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് കുറെ വർഷമായിട്ടോ. ഇവിടെ അടുത്ത കാലത്ത് ഞാൻ അയാളെ കണ്ടിരുന്നു. അപ്പൊ അയാൾ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ഒന്നും അങ്ങോട്ട് ചോദിച്ചില്ല. കണ്ടപ്പോ എന്നോട് നിന്നിട്ട് സലാം പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളത് ചോദിച്ചിട്ടില്ല, ചിലപ്പോൾ നിങ്ങളെ മൈൻഡിൽ തന്നെ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, എന്നാലും പറയാം. അന്നത്തെ സംഭവത്തിന് ശേഷം അറിയാതെ പോലും ഞാൻ അത്തരം വീഡിയോകൾ കണ്ടിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. അയാളുടെ വാക്ക് എനിക്ക് വിശ്വാസമാണ്. യുനോ, ജസ്റ്റ് ബി സൈലന്റ്. നിങ്ങൾ അടിക്കാൻ പോണ്ട, നിങ്ങൾ അവരെ തൊഴിക്കാൻ പോണ്ട, ആർത്ത് കരഞ്ഞ് ആളുകളെ അറിയിക്കേണ്ടതില്ല. അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബി ദർ ആൻഡ് ബി സൈലന്റ്. സൈലൻസ് ഉണ്ടല്ലോ, ഇസ് ലൗഡർ ദാൻ വേർഡ്സ്. ആ സൈലൻസ് അവർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയൂല. അവരത് കുറച്ചു നേരം അവിടെ ഇങ്ങനെ നിൽക്കുന്നോ, നമ്മൾ അവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോ അവര് കരയാൻ തുടങ്ങും. അമ്മ, അച്ഛാ, ഉപ്പ, ഉമ്മ, ഒരു കരയാൻ തുടങ്ങും, പറ്റിപ്പോയി. ആ സമയത്ത് വളരെ കാമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരുടെ പ്യൂബർട്ടി പീരിയഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 9 to 9 to 14 പെൺകുട്ടികൾക്ക്
സോറി, ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കാവുമ്പോൾ 8 to 13 പ്യൂബർട്ടി പീരീഡ് ആണല്ലോ. പ്യൂബർട്ടി പീരീഡ്സ് ഉണ്ടാകുന്ന കുറെ ചേഞ്ചസ് ഉണ്ട്. അത് നമ്മൾ പാരന്റ്സ് ആദ്യം മനസ്സിലാക്കി വെക്കണം. അത് അവർക്ക് നമുക്ക് അതിന്റെ അവയർനെസ് കൊടുക്കണം. 3-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പീരിയഡ്സിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് ഞാൻ. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പീരിയഡ്സ് അത് മാക്സിമം 15 days ആണ്. നോർമലി അത് 6 to 7 days ആണ്. ആൻഡ് ഏറ്റവും ചുരുങ്ങിയത് ഒരു 1 day ആണ്. ഇത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. പീരിയഡ്സ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അത് അവരുടെ ഭാഷയിൽ. ഞാൻ ചിലപ്പോൾ കുട്ടികളോട് പറയും, പെൺകുട്ടികളോടാണ് കേട്ടോ, നിങ്ങൾ കുറച്ചും കൂടിയൊക്കെ മുതിർന്നു കഴിഞ്ഞാൽ ഒരു 9 വയസ്സ് 10 വയസ്സൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ബെഡ്ഷീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വെക്കുമ്പോൾ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ടിൽ നിന്ന്, നിങ്ങൾ മൂത്രമൊഴിക്കുന്ന ഭാഗത്തു നിന്ന്, നിങ്ങളുടെ വൽവ ഏരിയയിൽ നിന്ന് ബ്ലഡ് വരുന്നത് കാണും. ഇത് കാണുമ്പോഴേക്കും ആകെ ഒന്നായിട്ട് പാനിക് ആയിട്ട് ഞാൻ മരിക്കാൻ പോവാണോന്നൊന്നും വിചാരിക്കണ്ട. അത് ലോകത്തുള്ള എല്ലാ കുട്ടികൾക്കുള്ള, പെൺകുട്ടികൾക്കും ഉള്ളതാണ്. ആൺകുട്ടികൾക്ക് അത് ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് ആൺകുട്ടികളോട് പറയും, നിങ്ങളുടെ ഉമ്മാക്ക് ഇത് ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ താത്താക്ക് ഇത് ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ ഉമ്മമാക്ക് ഇത് ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ അയലോകത്തുള്ള താത്താക്ക് ഇത് ഉണ്ടായിട്ടുണ്ട്, എന്റെ ഉമ്മാക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ് കേട്ടോ. ആൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കും, നിങ്ങളൊരു 9-10 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾ മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് നിന്ന് തന്നെ അങ്ങനെ പറയുമ്പോൾ നമ്മള് സ്പേം പ്രൊഡക്റ്റ്, വെറ്റ് ഡ്രീംസ്, ഒരു ഉറക്കത്തിൽ ചിലപ്പം എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു മൂത്രമല്ലാത്തൊരു സംഗതി. ഇത് കാണുമ്പോൾ ഇത് എന്താണെന്ന് വിചാരിക്കണ്ട, അതെല്ലാം ആൺകുട്ടികൾക്കും ഉള്ളതാണ്. അതൊരു പീരീഡ് കഴിഞ്ഞ ഒരു വയസ്സാകുമ്പോൾ പ്രായപൂർത്തിയാവുക എന്ന് പറയും. അതിന് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന ആ ക്ലാസ്സിലുള്ള കുട്ടികളുടെ വലുപ്പത്തിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്കുറപ്പാണ് ആ കുട്ടികൾക്ക് ഒരിക്കലും പീരീഡ്സിനെ കുറിച്ച് അയ്യേ എന്നുള്ളൊരു ബോധം ഉണ്ടാകൂല. അത് മോശപ്പെട്ട ഒരു കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പീരീഡ്സിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് എന്താ പേടി? അതായത് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. മറിഞ്ഞിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കും. റമദാൻ കാലത്തിലൊക്കെ മറിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടി ഒന്ന് പറയും, താത്ത നോമ്പ് ഇട്ടിട്ടില്ലല്ലോ, താത്ത ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ നോമ്പ് വെൽക്കുന്നത്? കുട്ടിയോട് പറയുക, താത്താക്ക് ഇപ്പം അറബിയിൽ അതിന് ഇപ്പൊ നമ്മൾ മദ്രസയിലൊക്കെ പഠിപ്പിക്കുക, ഹൈൽ ഉണ്ടായിട്ടുണ്ട്, പീരിയഡ്സ് ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾക്ക് അത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക, അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അത് പറഞ്ഞു കൊടുക്കുക. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ അറിവ് മറ്റൊരാളോട് അന്വേഷിച്ച് ചെല്ലൂല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞപ്പോഴേക്കും എന്റെ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ച കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതായത് തിയറി മാത്രമേ ഉള്ളൂ, പ്രാക്ടിക്കൽ ഉണ്ടാവുമോ? സെക്സ് എഡ്യൂക്കേഷൻ അല്ലേ, പ്രാക്ടിക്കൽ ഉണ്ടാവുമോ? ആൻഡ് ഇത് ഇത്തരം വിഷയങ്ങളാണ്, അതായത് അത്തരം വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് മാത്രം ഓൺലൈനിൽ കയറാത്ത ആളുകൾ ഉണ്ടാവും. ആൻഡ് നമ്മൾ പറയാൻ പോണത് അതൊന്നുമല്ല. ഇതൊക്കെ സെക്സ് എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. പീരിയഡ്സിനെ കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവരുടെ പ്യൂബർട്ടി പീരീഡിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. പെൺകുട്ടികളാവുമ്പോൾ അവരുടെ പ്യൂബർട്ടി പീരീഡ് ഒരു 9 മുതൽ 14 വയസ്സ് വരെ അവരുടെ ബ്രസ്റ്റിൽ ഡെവലപ്മെന്റ് ഉണ്ടാകും. അതേപോലെ തന്നെ അവരുടെ പ്യൂബിക് ഹെയർ, അവരുടെ പ്രൈവറ്റ് പാർട്ടുകളിൽ, അവരുടെ അണ്ടർ ആംസിലൊക്കെ അവർക്ക് എന്ത് വരാൻ തുടങ്ങും, ഹെയർ വരാൻ തുടങ്ങും. എന്ന പോലെ തന്നെ അവരുടെ ഹിപ്സ് വലുതാവാൻ തുടങ്ങും. മെൻസ്ട്രേഷൻ, അവരുടെ പീരിയഡ്സ് തുടങ്ങും. ആൺകുട്ടികൾക്കാണെങ്കിൽ അവരുടെ പീനസ് ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ ടെസ്റ്റിക്കിൾസിന്റെ ഡെവലപ്മെന്റ് നടക്കും. പ്യൂബിക് ഹെയർ, അവർക്കും തന്നെ പ്യൂബിക് ഹെയർ, അതേപോലെ വോയിസ് ഒന്ന് കൂടി ഡീപ്പായി തുടങ്ങും. സ്പേം പ്രൊഡക്ഷൻ നടക്കും. അതേപോലെ വെറ്റ് ഡ്രീംസ് ഉണ്ടാകും. ഇജാക്കുലേഷൻ ഉണ്ടാകുന്ന പ്രായമാണ്. ആ പ്രായത്തിലെ കുട്ടികൾക്ക് ഒരു അഫെയർ തോന്നും, പെൺകുട്ടിയോടൊരു സ്നേഹം തോന്നും, ഇഷ്ടം തോന്നും, ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു പ്രണയം തോന്നും, ഇഷ്ടം തോന്നും. നമ്മുടെ കുട്ടി പ്രണയിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ, ഒരു അഫെയറിലായിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ, ഹൗ വി ആർ ഗോണ റിയാക്ട്, യുനോ? അങ്ങനെ ഒരു കാര്യം അറിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികൾ പോൺ വീഡിയോ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് സൈലന്റ് ആയാൽ മതി എന്നതുപോലെ അവർക്ക് അവിടെ നമ്മൾ സൈലന്റ് ആവുക എന്നതിനപ്പുറത്തേക്ക് ഒരു ഇഷ്ടം നമ്മൾ അറിഞ്ഞു, അവരോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. ഇങ്ങനെ അറിഞ്ഞല്ലോ, ഉള്ളതാണോ അതേന്ന് പറയുമ്പോൾ, വൈ ഡു യു ലൈക്ക് ഹർ, എന്തുകൊണ്ടാണ് അവർ ഇഷ്ടമുള്ള കാരണം, ഈ ഇഷ്ടം, അവളോട് ഇഷ്ടം തോന്നാനുള്ള റീസൺ എന്താണ്? പക്ഷെ അതിനുള്ള ഈ ഒരു ഓപ്പൺ ടോക്കിന് നമ്മൾ അന്ന് ഇങ്ങോട്ട് അറിയുമ്പോൾ മാത്രം തയ്യാറായാൽ പോരാ. അത് എവിടുന്ന് തുടങ്ങണമായിരുന്നു? അറബിയിലുള്ള ഒരു ഹദീത്ത് ഉണ്ട്. അത് ഇങ്ങനെയാണ്, ലായിബൂഹും സബ, 7 വയസ്സ് വരെ കുട്ടികളോട് കൂടെ നിങ്ങൾ കളിക്കണം, ചീത്ത പറയാൻ പോലും പാടില്ല എന്നാണ്. അത് കഴിഞ്ഞ് അദ്ദിബൂഹും സബ, പിന്നെയുള്ള 14 വയസ്സ് വരെ നിങ്ങൾ അവർക്ക് മര്യാദ പഠിപ്പിക്കണം. അവർക്ക് നിങ്ങൾ അവരുടെ ലൈഫിൽ ആവശ്യമായിട്ടുള്ള മര്യാദകൾ പഠിപ്പിക്കണം. സ്വാഹിബൂഹും സബ,
പിന്നെ 7 വയസ്സ്, അതായത് 21 വയസ്സ് വരെ നിങ്ങൾ അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു നിൽക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവരെ വിട്ടോളണം. ആദ്യത്തെ 7 വയസ്സ് വരെ ചീത്ത പറയാൻ പോലും പാടില്ല എന്നുള്ളതാണ്. ആ 7 വയസ്സ് വരെ നിങ്ങൾ അവരോട് കൂടെ കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ള 7 വയസ്സ് വരെ എനിക്ക് തോന്നുന്നു ഇസ്ലാമിലെ ഏഴാമത്തെ വയസ്സിലാണ് നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ടത്. അതായത് ഇസ്ലാമിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിസ്കാരമാണ്. ഈ നിസ്കാരം പോലും പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നത്, പ്രവാചകർ പറയുന്നത് 7ാമത്തെ വയസ്സിൽ. അതുവരെ ചീത്ത പോലും പറയാൻ പാടില്ല, ഒന്ന് നിസ്കരിക്കടാന്ന് പോലും പറയാൻ പാടില്ല എന്നുള്ളതാണ്. കുട്ടികളല്ലേ അവര്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്കുണ്ട്, 3 വയസ്സുകാരനിൽ നിന്നും 30 വയസ്സുകാരന്റെ പക്വതയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് മാറ്റി വെക്കുക. അവര് കുട്ടികളാണ്, തെറ്റുകൾ സംഭവിക്കും. അവരെ ആ രൂപത്തിൽ നമ്മൾ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവർക്ക് നമ്മളോട് ഒന്നുകൂടി ഓപ്പൺ ആയി സംസാരിക്കാനുള്ളൊരു ഒരു താല്പര്യം ഉണ്ടാകും. ഞാൻ അതിന് മുമ്പൊരിക്കല് MP അബ്ദുസമദ് സമദാനിയുടെ ഒരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് കുട്ടികളുമായിട്ട് നമ്മൾ ഇടപഴകി അവർക്ക് സെക്ഷുവാലിറ്റിയെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഒരു പെണ്ണിന്റെ മാരടം കാണുമ്പോൾ ഇതുപോലൊരു അമ്മയുടെ മാരടത്തിൽ നിന്നാണ് ഞാൻ എന്റെ ആദ്യമായി പാല് കുടിച്ചതെന്ന് അവന് ഓർമ്മ വരണം. എന്റെ അമ്മയെ അവൻ ഓർക്കണം. ഒരു പെൺകുട്ടിയുടെ കാലുകൾ കാണുമ്പോൾ ഇതുപോലെ 2 കാലുകൾക്കിടയിലേക്കാണ് ഞാൻ ജനിച്ചു വീണതെന്ന സ്മരണ അവനിൽ ഉണ്ടാവണം. അത്രമേൽ ആളുകളെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാക്കി നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ മാറ്റണം. യുനോ, എത്ര രസകരമായ ഒരു മഹത്തായിട്ടുള്ള ഒരു ചിന്തയാണത്. അതോടൊപ്പം തന്നെ സെക്ഷുവാലിറ്റിയുടെ കൂടെ വാല്യൂസ് കൂടി പഠിപ്പിക്കണം. നമ്മുടെ അമ്മയെ കാണുന്നത് പോലെയല്ല ഭാര്യയെ കാണേണ്ടത്. ഒരു എന്താണ് എങ്ങനെ പറയാ, നമ്മുടെ ഈ ഒരു കാലയളവിലുള്ള രൂപത്തിലല്ല നമ്മുടെ മാരേജ് ടൈമിൽ ഉണ്ടാവേണ്ടത്. മാരേജിലേക്ക് കടക്കുമ്പോൾ ഞാനിത് അതും കൂടി പറഞ്ഞ സമയം ഒരുപാട് ലേറ്റ് ആയി പോകും. ഇപ്പൊ തന്നെ ഞാൻ അത്യാവശ്യം കുറെ കാര്യങ്ങളായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ നിർത്താം. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കട്ടോ. നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ പാർട്ട് 2 എന്നായിട്ടോ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. കുട്ടികളുടെ കാര്യത്തിലാണ് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത്. മാരേജിലേക്ക് വരുമ്പോൾ അവിടെ കുറെ കാര്യങ്ങളുണ്ട്. പ്രീമാരിറ്റൽ കോഴ്സുകളൊക്കെ ശരിക്കും അറ്റൻഡ് ചെയ്യേണ്ട കാര്യം നിർബന്ധമാണ്. ഒന്ന് എങ്ങനെയപ്പോ അത് പറയാ, അത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് മിക്കവാറും 1 മണിക്കൂർ വേറെ വേണം. ഒരു പ്രീമാരിറ്റൽ കോഴ്സ് എന്നുള്ള നിലക്ക് ഇതിൽ ഏകദേശം കല്യാണം കഴിഞ്ഞ ഒരു കുട്ടികളൊക്കെ ഉള്ള ആളുകളാണ്. പക്ഷെ ഞാൻ പറയുന്നത് അതിലേക്ക് കൂടി അവർക്ക് നമ്മളതിനെ കുറിച്ച് ബോധേഡാവണം. നമ്മൾ അന്ന് കാലത്ത് അത് ബോധേഡായിരുന്നോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയൂല. എന്ന് വെച്ചാല് ഞാൻ ഏതോ ഒരു മൂവിയുടെ ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഡു യു നോ മൈ ഫേവറേറ്റ് പൊസിഷൻ, എന്റെ ഫേവറേറ്റ് പൊസിഷൻ ഏതാണെന്ന് അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. സെക്സിൽ ഒരു പൊസിഷൻ ഉണ്ട് എന്നുള്ള വിവരം തന്നെ പല സ്ത്രീകൾക്കും അറിയൂല എന്നുള്ളതാണ്. ഞാനിത് പറയുന്നത് ഇത് സെക്സിനെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അതായത് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കൺസെന്റ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. മാരിറ്റൽ റേപ്പ് കൂടുതലായിട്ട് നടന്നിരുന്ന ഒരു കാലുണ്ട്. ഇപ്പൊ അത് കുറെയൊക്കെ ആളുകൾ അതിനെ കുറിച്ച് അവെയർ ആയിട്ടുണ്ട്. പക്ഷെ മാരിറ്റൽ റേപ്പ് വളരെ ക്രൂരമായ ഒരു സംഗതിയാണ്. ഇണയെ അറിയാതെ അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാതെ അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കാതെ എങ്ങനെ തന്റെ പങ്കാളിയുടെ കൺസെന്റ് എന്താണ്, എന്താണ് ഒരു മ്യൂച്വൽ റെസ്പെക്ട് എന്താണ്, ഇത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് കുട്ടികൾക്ക് അറിയിച്ചു കൊടുക്കണം. ചെറുപ്പം മുതലേ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരാളുടെ ആൺകുട്ടിയുടെ ശരീരത്തിൽ കൺസെന്റ് ഇല്ലാതെ തുടരുതിട്ടോ എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആ അറിവിലൂടെ അവർ വലുതായി വരണം. അപ്പോഴാണ് അവർ നല്ല ഭർത്താവാകുന്നത്, ഒരു നല്ല മനുഷ്യനാകുന്നത്, ഒരു നല്ല സൊസൈറ്റിയുടെ ഏറ്റവും നല്ലൊരു ഉത്തമ പൗരനായി തീരുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ ഒരു സെക്സ് എഡ്യൂക്കേഷന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്, പ്രധാനപ്പെട്ട ഒന്ന് ടച്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. ഞാൻ ഈ ഒരു സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പൊ സമയം 8:30 തുടങ്ങി 9:39 നിങ്ങൾക്ക് ഉറങ്ങേണ്ടി വരും, കിടക്കേണ്ടി വരും, തിരക്കുള്ള ആളുകൾ ഉണ്ടാകും. സോ ദാറ്റ്സ് ഓൾ. കേട്ടിരുന്നതിന് നന്ദി. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ അറിയിക്കാനുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങളൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ അറിയിക്കുകയും ചെയ്യാം. താങ്ക് യു. ദാറ്റ്സ് ഓൾ. പറഞ്ഞ പോലെ തന്നെ സെഷൻ ഇതാണെന്ന് അറിഞ്ഞപ്പോ തന്നെ എന്റെ മൈൻഡില് ഇങ്ങനെയൊക്കെ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ഹി ഗോയിങ് ടു ടെൽ, ഹൗ വിൽ ഹി പ്രസന്റ് ഇറ്റ്, എനിക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. ബിക്കോസ് ഐ ആം നോട്ട് സംബഡി ഹൂസ് ലൈക്ക് വെരി ഈസി ടോക്കിംഗ് പേഴ്സൺ അല്ല ഈ ഒരു കാര്യം. ബിക്കോസ് എന്റെ അടുത്ത് കുറെ പേര് വന്ന് പറയുമ്പോഴും ഐ ഹാവ് ലിമിറ്റേഷൻസ് ടു ഇറ്റ്, നോ.
അപ്പോ എന്റെ കൊച്ച് സെക്ഷുവൽ അബ്യൂസിന് ഒരു ടൈമിലേറെ ആയതാണ്. Okay, it took a lot of time for me to know it, and after then only I became friends with it. Means നേരെ അടുത്തുള്ള നൈബർ ആണ്. അപ്പോ നമ്മള് എപ്പോഴും കുട്ടിയെ അങ്ങോട്ട് വിടും. They didn't have kids, so I used to always send them. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാ, എന്റെ തിരക്കിന്റെ ഇടയ്ക്ക് ആരോ കൊണ്ടുപോകുന്നുണ്ട്, ഈ ഒരു ചിന്തയായിരുന്നു. സോ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ആസ് എ ന്യൂട്രീഷനിസ്റ്റ്, ആസ് എ വെൽനസ് കോച്ച്, ആസ് എ ലേണിംഗ് ഹീലർ ആയിരുന്നു ആ സമയത്ത്. അപ്പൊ ആ ഒരു തിങ്ങില് എനിക്ക് ഭയങ്കര കുഞ്ഞു കുഞ്ഞു നോട്ടീസബിൾ ചേഞ്ചസ് ഇവനില്. ഇവൻ ഏത് നേരവും അതിൽ കളിച്ചോണ്ടിരിക്കുക, ഇത് ചെയ്തോണ്ടിരിക്കുക. പപ്പോട് അവൻ ചോദിച്ചു, ഇതിനെന്താ വൈറ്റ് കളർ എനിക്ക് വരാത്തേന്നൊക്കെ. He's just 4 years, we are not expecting him to, because we had separate room. ഞങ്ങൾക്ക് separate room ഉണ്ടായിരുന്നു. Arya used to sleep here and we had a separate space. Because ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ആസ് എ ന്യൂട്രീഷനിസ്റ്റ് ഇറ്റ് ഈസ് ഹെൽത്തി ടു ഹാവ് എ സെപ്പറേറ്റ് സ്പേസ്. സോ അവൻ 1 year ആയപ്പോ തൊട്ട് വി ഹാഡ് എ സെപ്പറേറ്റ് സ്പേസ്. ബിക്കോസ് US അങ്ങനെ തന്നെയാണ്. പീപ്പിൾ, കുട്ടികൾ അങ്ങനെ കിടന്നു തുടങ്ങും. എന്റെ ഫ്രണ്ട്സ് എല്ലാരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇറ്റ് ഇസ് സേഫ് ഇനഫ്. എനിവേ വി ആർ ഗെറ്റിംഗ് ബാക്ക് ഹിയർ ഓൺലി, സോ ലെറ്റ്സ് ഹാവ് എ പ്രൈവറ്റ് റൂം എന്നൊക്കെ പറഞ്ഞ് ഇറ്റ്സ് എ പ്രൈവറ്റ് സ്പേസ്. സോ ആര്യ നോട്ട് സപ്പോസ് ടു നോ എനിത്തിങ്. ഇപ്പോഴും അവനക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ വി വർ ലൈക്ക്, ഹൗ ഈസ് ഹി ടോക്കിംഗ് ഓൾ ദിസ് തിങ്സ്? അപ്പൊ ഞാൻ, അവൻ ഇത് പറയുമ്പോ ഞാൻ കെയർലെസ് ആയിരുന്നു. ഒരു ദിവസം അപ്പൊ ഓവർ ഹെയ്ഡ് ചെയ്തു, ഞങ്ങള് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുമ്പോ ഒരു കോൺവെർസേഷൻ. പിന്നെ പപ്പ ഭയങ്കര സീരിയസ് ആയി, എന്താ ഏതാന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോ ഇറ്റ് വാസ് ഫ്രം ദ നൈബർഹുഡ്. അത് ഞാൻ സഡൻ ആയിട്ട് ഇത് ഓർത്തതാണ്. ഐ മീൻ, സാറ് പറഞ്ഞല്ലോ, ഭയങ്കര കെയർഫുൾ ആയിരിക്കണം നമ്മൾ നമ്മുടെ പിള്ളേരെ പറ്റി. ആ ചെറിയ മാറ്റങ്ങള്, അത് കഴിഞ്ഞപ്പോ തൊട്ട് ഞങ്ങള് ഭയങ്കര കെയർഫുൾ ആയി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏർലി ദ ബെറ്റർ എന്ന് പറയുന്ന പോലെ, ഞാൻ സഡൻ ആയിട്ട് സ്കൂളിലേക്ക് പോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സഡൻ ആയിട്ട് ആ വഴി കൂടെ പോകുമ്പോ ഞാൻ അവനെ പിക്ക് ചെയ്യാ പറഞ്ഞ് കൊണ്ടുവരും. ഐ മീൻ, സഡൻ ആയിട്ട് പോവും, സഡൻ ആയിട്ട് റിയാക്ട് ചെയ്യും. അവൻ എങ്ങനെയാ എന്താ, രാത്രി ഞങ്ങൾ കോൺവെർസേഷൻസ് ഇല്ലാണ്ട് കിടക്കില്ല. ഞാനും ആര്യനും ഒരു കോൺവെർസേഷൻ. സ്കൂളിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്ത് വന്നാലും ഐ മേക്ക് ഷുവർ ഐ എം പിക്കിംഗ് ഹിം ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദ സ്കൂൾ, കോളേജ് തിങ്സ്. അപ്പൊ ഞാനിപ്പോ ഭയങ്കര അവെയർ ആയി. അപ്പൊ ഐ വാസ് തിങ്കിങ്, ഞാൻ അവന് പേഴ്സണൽ സ്പേസ് കൊടുക്കുന്ന ആളാ. അവൻ പറയും, ഞാൻ കുളിച്ചോളാം, ഞാൻ ചെയ്തോളാം, ഞാൻ മാറിക്കോളാം. അപ്പൊ ഒക്കെ ഞാൻ അവന് ഒരുത്തൻ ഇങ്ങനെ തൊട്ടു, ഞാൻ പറയും ഈ ആണുങ്ങളെ ഒക്കെ അങ്ങ് തല്ലി കൊല്ലണം എന്നാ തോന്നുന്നതെന്നൊക്കെ ഞാൻ ആരോടും ഇങ്ങനെ തമാശയായിട്ടൊക്കെ. വി ആക്ച്വലി ഹാവ് ലൈക് ദിസ് ഫ്രണ്ട്ലി നോട്ട്. അപ്പൊ തൊട്ട് എന്താന്ന് വെച്ചാൽ ഹി സ്റ്റാർട്ടഡ് ഹൈഡിങ് തിങ്സ് എന്നും ഒക്കെ ഞങ്ങൾക്ക് ആ ഒരു 4 year തന്നെ മനസ്സിലായത്. എനിക്കത് ഭയങ്കര വലിയ ലെസൺ ആയിരുന്നു. പിന്നെ എനിക്കിപ്പോ ട്രസ്റ്റ് ഇല്ല. ഇപ്പൊ മലയാളീസ് എന്ന് പറയുമ്പോ ഒരു ട്രസ്റ്റ് ഒക്കെ എനിക്ക്, ഞാൻ ഹൈദരാബാദ് ബോർഡ് ആൻഡ് ബോട്ടപ്പാ. ഞങ്ങൾക്ക് അപ്പാർട്ട്മെന്റ്സിൽ ഒരാളെ പോയി കാണണമെങ്കിൽ അപ്പാർട്ട്മെന്റ്സിലത്തെ ആ ആള് ഞങ്ങളെ ഫോൺ വിളിച്ച് ലാൻഡ് ലൈനിലേക്ക് വിളിച്ച് കണ്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളെ പോലെ ആര് വേണമെങ്കിൽ കയറി വരിക, ആര് വേണമെങ്കിൽ കയറി പോവുക പോസിബിൾ അല്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ആ റെസ്ട്രിക്ഷന് ഞങ്ങളുടെ വീട്ടിൽ, ഇപ്പൊ സുധിയുടെ ഫ്രണ്ട്സ് ആയാലും ആരും വരാണ്ടായി. ഞങ്ങൾക്ക് ആ ഒരു ഫിയർ എപ്പോഴും ഉണ്ടായി പേഴ്സണലി. മത്ലബ്, അപ്പൊ ഞാനിപ്പോ ആ ഒരു മൂവ്മെന്റ് ആക്ച്വലി ഞാൻ മറന്നിരിക്കായിരുന്നു. സംവെയർ ഗോഡ് ഹാഡ് ടു റിമൈൻഡ് മീ. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഈ ക്ലാസ് എനിക്ക് കേൾക്കേണ്ട ഇട വന്നത്. I was just thinking about all those things that happened, and I think everything happens for a reason and it's for a good thing. അതുകൊണ്ട് എന്റെ ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി. താങ്ക് യു. താങ്ക് യു ഫോർ ദ കമന്റ്. ദെൻ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. ഇനി ഇതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തിരുത്തുകൾ ഉണ്ടെങ്കിൽ അതും അറിയിക്കുക കേട്ടോ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാട്ടോ. ഞാൻ ആ, സ്വസ്തി എന്ന് പറഞ്ഞ ഹോനോനൊപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവിടെ അതൊരു വുമൻസിന്റെ ഒരു ക്ലോസ് കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയിൽ അവർ എല്ലാരും പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, മുടി അയച്ചിടുന്നത് പെണ്ണുങ്ങൾക്ക് ഒരു ഫ്രീഡം തരുന്ന ഒരു കാര്യമാണ്. മുടി അയച്ചിടണം എന്നുള്ളതാണ് ആ കമ്മ്യൂണിറ്റിയുടെ ഒരു റൂൾ കേട്ടോ. ഇപ്പോ ആള് പറഞ്ഞ പോലെ തന്നെ 12th സ്റ്റാൻഡേർഡില് എന്തോ ഇങ്ങനത്തെ ഒരു കാര്യം, ബിക്കോസ് ഞാൻ ഭയങ്കര ഡീപ്പ് നെക്ക് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടുന്ന ഒരാളായിരുന്നു.
അപ്പൊ അങ്ങനെ ഡീപ്പ് നെക്ക് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ഇട്ടോണ്ടിരുന്നപ്പോ മുടി എനിക്ക് ബോബ് കട്ടായിരുന്നു. എനിക്ക് ആ ബോബ് കട്ട് ഉണ്ടായിരുന്ന സമയത്ത് ഈ നെക്കിന്റെ അടുത്തിൽ കൂടെ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായതിനു ശേഷം ഞാൻ ആ പോണിറ്റെയിൽ അങ്ങനെ കെട്ടി അതിന്റെ മേളിൽ കെട്ടി അതിന്റെ മേളിൽ കെട്ടി അങ്ങനെ ശീലിച്ചു പോയിട്ട് ആ, ഇപ്പം വരെ കൂടെ ആ ഒരു ഫുൾ സെഷന് ഞാൻ ഒരു 90 ഡേയ്സ് അറ്റൻഡ് ചെയ്തിട്ട് പോലും ആൾ എപ്പോഴും ഇങ്ങനെ ഈ കഴുത്തിന്റെ ആ ഒരു ഭാഗത്ത് ആ ചെവിയുടെ ആ ഭാഗത്താണ് ഇങ്ങനെ ആ ഒരു ആ ഒരു ട്രോമ. മേ ബി ഐ എം 40 ടുഡേ. മേ ബി ആ ഒരു ട്രോമ എനിക്ക് ഒരിക്കലും ആ ഒരു തിങ് എന്റെ മൈൻഡിൽ നിന്ന് പോയിട്ടില്ല. Anybody who touches that way, even my husband touches it that way, I'm like, please don't do this എന്ന് പറയും. Because it's like something, അപ്പൊ സാറ് പറയുന്ന പോലെ തന്നെ there are some traumas that don't go away with the time, with the things. ഒന്നും തന്നെ ഇത് ഹീൽ ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ സെഷൻസ് എടുത്താലും എന്തൊക്കെ ചെയ്താലും it don't become natural, you know. എന്തായാലും ഇറ്റ് ഗെറ്റ്സ് കണക്റ്റഡ് ടു ദാറ്റ് തിങ്. ഇപ്പൊ നെക്ക് എന്ന് പറഞ്ഞ ദാറ്റ് തിങ് ഇസ് ദ ഓൺലി തിങ് ദാറ്റ് കംസ് വെൻ ഐ എം ടീച്ചിങ് ഹിം, ഐ എം ഡൂയിങ്. ആ മൂവ്മെന്റ് ഇങ്ങനെ ഫ്ലാഷ് ഡൗൺ ആവും. സോ ഇറ്റ് ഹാപ്പൻസ് ടു എവറി വുമൻ, ഐ തിങ്ക്. ഐ ഡോണ്ട് നോ. പറഞ്ഞ പോലെ ബസ് മൂവ്മെന്റ്സ് ഇങ്ങനത്തെ ഒക്കെ ട്രോമാസ് ഗെറ്റ്സ് ഇൻ ടു എ ഫിയർ. ഇഫ് എനിത്തിങ്, ഇപ്പൊ എന്ത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ഈ ഫിയറും കൊണ്ട് നടക്കും ഞങ്ങൾ. We are not safe unless it's husband. We are not safe unless it's father. Unless it's brother, we are not safe. So we don't move out only. പോവില്ല. ഈവൻ ഹൈദരാബാദ് ബോർഡേഡ് പോട്ടപ്പോ അത്ര ഇതായിട്ട് നിന്ന് അത്ര ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈവൻ ദെൻ ഇറ്റ്സ് ഓൾ ടു ദ ഔട്ട്സൈഡ് വേൾഡ്. ഇൻസൈഡ് ഇറ്റ് ഡസ് നോട്ട് ഗോ ദാറ്റ് വേ. അതാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് നോബഡി തോട്ട് us ഇൻ ദ റൈറ്റ് ടൈം. ഈ പറഞ്ഞ പോലെ പേരന്റിങ് സമയത്ത് ഈ സമയത്ത് ഈ ഒരു 10 year 15 yearൽ nobody taught us, nobody told it's wrong. I also never thought it's wrong unless I became 30, when I started learning nutrition, when I started learning touch, when I started learning anatomy. അപ്പോഴാണ് എനിക്ക് മനസ്സിലായേ ദിസ് ഇസ് ബാഡ്, ദിസ് ഇസ് നോട്ട്, ദാറ്റ് വാസ് നോട്ട് റൈറ്റ്, ദാറ്റ് വാസ് ദ റീസൺ ദിസ് ഹാപ്പൻഡ് എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇതാണ് പ്രശ്നം. ബിക്കോസ് വി ആർ നോട്ട് നോയിങ് ഇറ്റ് ഇറ്റ് സെൽഫ്. വാട്ട് വി ഡോണ്ട് നോ ഇസ് വാട്ട് വി ഡോണ്ട് നോ അല്ലേ. അതാണ് മെയിൻ യെസ്, തിങ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നമ്മുടെ ബോഡിക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഏതൊരു ആക്ഷനും അത് നമ്മുടെ ബോഡിയിൽ മാത്രമല്ല മൈൻഡിലും ചേഞ്ചസ് ഉണ്ടാക്കും. അതൊരു ടച്ച് ആവാം, ഒരു എക്സ്പോഷർ ആവാം, എന്തോ ആവാം. ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പറഞ്ഞൊരു കാര്യമാണ്. അവളുടെ ആ, സ്വന്തം അങ്കിളാണോ അതല്ല ഉപ്പയുടെ നേരെ അനിയന്, ഉപ്പാന്റെ നേരെ അനിയന്, അതായത് എളാപ്പ അപ്പാപ്പ എന്നൊക്കെ പറയും. അവരാണ് ഇവർക്ക് 6ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ഫോൺ വീഡിയോ കാണിച്ചു കൊടുക്കുന്നത്. യുനോ, കുട്ടികള് വീട്ടിൽ പോലും സേഫ് അല്ല. ഇപ്പൊ നമ്മളിവിടെ അടുത്ത് കേട്ടല്ലോ, 1.5 വയസ്സുകാരനെ കൊന്നത് നമ്മൾ കേട്ടല്ലോ. സോ സേഫ് അല്ല. ബട്ട് നമ്മളൊരു നല്ല പാരന്റ്, ഒരു നല്ല പാരന്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് കൂട്ടാൻ വേണ്ടി നോക്കണം. അവർക്ക് നമ്മളോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം. ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ തന്നെ ആ ട്രോമ അവരുടെ ബേർഡൻ അവരുടെ മൈൻഡിൽ കൊണ്ട് നടത്തേണ്ടി വരില്ല. യുനോ, അതൊരു ട്രോമയായി നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഉണ്ടായിട്ടുള്ള ഒരു അബ്യൂസ് അവരുടെ മൈൻഡിൽ തന്നെ അവര് കുഴിച്ചു മൂടി. ആൻഡ് അത് ലൈഫ് ലോങ് അവർ ഒറ്റക്കാണ് ആ ഒരു ബേർഡൻ ക്യാരി ചെയ്യുന്നത്. അത് അവരുടെ പാരന്റ്സിലേക്ക് അത് നൽകലോട് കൂടി അവരതിന് ഫ്രീ ആവുകയാണ്. ഫ്രീ ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അത്ര വലിയ പ്രയാസം അവർക്ക് ഉണ്ടാകൂല. കാരണം എന്റെ സപ്പോർട്ടിന് ഒരാളുണ്ട്, എന്റെ അമ്മ എന്റെ കൂടെയുണ്ട്, എന്റെ അച്ഛൻ എന്റെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് അവർക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവർക്ക് അതൊരു ട്രോമയായിട്ട് നിലനിൽക്കൂല. സോ ബി ദാറ്റ് പേഴ്സൺ, ബി ദാറ്റ് പാരന്റ്. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും പറയാനുള്ളത്, എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിങ്ങളുടെ കമന്റുകളോ ഒന്ന് അറിയിച്ചാൽ സന്തോഷം. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു. സംശയങ്ങളും ആർക്കുമില്ല? ഞാൻ ഇതിൽ ഒരുപാട് സംശയങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരെങ്കിലുമൊക്കെ ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ച ഞാൻ മനഃപൂർവ്വം പറയാതെ വിട്ടുപോയ കുറെ കാര്യങ്ങൾ. ആർക്കെങ്കിലൊക്കെ ഒന്ന് പറയാനുണ്ടെങ്കിൽ ഒന്ന് വോയിസ് ഓപ്പൺ ആക്കി പറഞ്ഞാൽ സന്തോഷം. റിയൽമി ആറും പേരൊന്നും കാണുന്നില്ല. ആൻഡ് ജസീഷ, ഷവോമി, പിന്നെ ഷമ്മാസ്, നമ്മള് സുഹറ ആൻഡ് OnePlus കാണുന്നുണ്ട്, നസീറ ആൻഡ് ഫാത്തിമ ജവാഹിർ. ആരെങ്കിലൊക്കെ ഒന്ന് കമന്റ് പറയുകയാണെങ്കിൽ നന്നായി. അല്ലെങ്കിൽ നമ്മളിപ്പോ മൈൻഡപ്പ് ചെയ്യാം. അറിയില്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. പക്ഷെ ഓക്കെ, സൂപ്പർ ആയിരുന്നു. സാറിനോട് പറഞ്ഞിട്ടില്ല, സാറിന്
ക്ലാസ് അറിയുന്നവർക്ക് അറിയാം സാർ എന്താ എടുക്കാന്നുള്ളത്. സാറിൽ നിന്ന് എന്താന്നുള്ളത് എക്സ്പെക്ട് ചെയ്ത് വരുന്ന ആൾക്ക് ആരാണ് ഇതാണ് സാർ എടുക്കുന്നതെന്ന് ഓൾമോസ്റ്റ് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ എനിക്ക് ഇതില് മാഷാഅല്ലാ കുറെ റിലേറ്റബിൾ ആണ് നമുക്ക് എല്ലാവർക്കും. കാരണം നമ്മളെ പല 19 കിഡ്സിനും വീട്ടിൽ നമുക്ക് എന്താ പറഞ്ഞു തരൂല ഓരോന്നും. കാരണം നമ്മള് ഓരോ വളർച്ചയിലെത്തുമ്പോൾ ഓൾമോസ്റ്റ് ഗേൾസും ഈ മാരേജ് ടൈം പോലും എന്താണെന്ന് അറിയാതെ മാരേജിലേക്ക് കടക്കുന്ന ഒരു ആൾക്കാരുണ്ട്. ഇപ്പോ Yes. എന്താ പറയാ എന്താ പറയാ പലരും വീട്ടിൽ നിന്ന് മാരേജ് വേണ്ടാന്ന് പറയുമ്പോൾ ഫസ്റ്റ് വിചാരിക്കും ഓ അഫെയർ ഉണ്ടായോണ്ടാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവര് ഇതൊക്കെ പേടിച്ചിട്ടൊക്കെയാണ് പലരും എന്തൊക്കെയോ പറഞ്ഞു വിടുന്നത്. ഇപ്പൊ കേട്ട് പരിചയമുള്ള ഇതിലായിരിക്കും, അല്ലെങ്കിൽ എന്താന്ന് അതിന് വ്യക്തത പോലും ഇല്ലാണ്ട് ആൾക്കാർ പോകുമ്പോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ ഒരു മോശമായിട്ട് ബിഹേവിയർ ചെയ്യുന്നത് എന്താണെന്ന് പോലും മനസ്സിലാത്ത കുറെ ആൾക്കാരുണ്ട് ഈ ഒരു എഡ്യൂക്കേഷൻ കിട്ടാത്തത് കൊണ്ട്. അപ്പൊ നമ്മള് ചെറുപ്പത്തിലേ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് വ്യക്തമായി കൊടുക്കണം എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം Yes. കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു കസിനെ ബാത്റൂമിൽ കുളിക്കുമ്പോൾ ഒരാളെ ഇതാക്കി. അപ്പോ അതെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നീട് എപ്പോഴും എനിക്ക് ഒരു ബാത്റൂമിൽ പോകുമ്പോൾ ഒരു സേഫ് അല്ലാത്ത പറയാ. കാരണം ഭയങ്കര ചുറ്റും നോക്കണോ, ഇനി എന്താ പറയുക, ഒരു ന്യൂസ് വായിച്ചു ഓക്കെ, എന്താ പറയാ ഇത് ക്യാമറ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് പിന്നെ എപ്പോ നമ്മൾ ആ ഒരു അവയർനെസ്സിലാണ് ഓരോ ബാത്റൂമിൽ പോകാം. ഓക്കെ നമ്മളെ ബാത്റൂം എന്നൊക്കെ അറിയാം, പക്ഷെ എന്നാലും ഒരു ആരെങ്കിലും വെച്ച് ഇതാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു മൈൻഡിലൊക്കെ പോകുന്നൊരു ഇതുണ്ട്. കാരണം സാർ ഈ സെക്ഷൻ പറഞ്ഞപ്പോ തന്നെ ഞാൻ സാറിനോട് പറഞ്ഞല്ലോ, ഈ ഒരു സെക്ഷൻ ടോപ്പിക് കാണുമ്പോ ഓൾമോസ്റ്റ് മാരേജ് ആയി കഴിഞ്ഞ ആൾക്കാരാണ് നമുക്ക് ഉള്ള വ്യൂവേഴ്സ്. അപ്പൊ അവർക്ക് അതിനെ കുറിച്ചുള്ള അവയർനെസ് ഉള്ളതായിരിക്കുമല്ലോ. പിന്നെ എല്ലാവർക്കും ഉണ്ടാവുക ഇതുപോലത്തെ പൊടി തട്ടിയെടുക്കുന്ന ട്രോമകളായിരിക്കും. അപ്പോ ഇതിന് ഹലോ മഴമീറ്റയുടെ ഗസ്റ്റ് ഉണ്ട് നോക്കേ നല്ല രീതിയിൽ. ഓക്കെ, താങ്ക് യു. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ പറയാനുള്ളതോ ചോദിക്കാനുള്ളതോ ഉണ്ടെങ്കിൽ പറയാം, അറിയിക്കാം. ചില ആളുകൾക്ക് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം, ഇനിയിപ്പോ പറഞ്ഞാൽ എന്തെങ്കിലും ആവുമെന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകൾ ഉണ്ടാകും. ആകെ കുറഞ്ഞ ആളുകൾ ഇത് കേൾക്കാനുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാട്ടോ. പ്രത്യേകിച്ച് ട്രെയിനിങ് ഒക്കെ മേഖലയിലൊക്കെ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സംസാരിക്കാനും ഒക്കെ. ആർക്കൊന്നും അറിയിക്കാനില്ലേ? ഇല്ലെങ്കിലൊന്ന് കമന്റിലൊന്നും ഇല്ലാന്നെങ്കിലും ഒന്ന് അറിയിക്കുക കേട്ടോ. ഒന്നും പറയാനില്ലെങ്കിൽ ഇല്ലാന്നെങ്കിലും ഒന്ന് അറിയിക്കുക. സാറേ ഇത് പോസ്റ്റർ കണ്ടപ്പാടന്നെ ആ ഇങ്ങനെയുള്ളൊരു ക്ലാസ് അല്ല അക്സെപ്റ്റ് വിചാരിച്ചിരുന്നത്. കാരണം ഞാന് ഇത് കണ്ടപ്പാടന്നെ ഇതെന്തായാലും റെക്കോർഡ് സെഷൻ കേൾക്കാം, കാരണം നമുക്ക് അറിയുന്ന കാര്യമായിരിക്കുമല്ലോ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ എന്തായാലും ലൈവിൽ കേറിയപ്പോഴും ഭയങ്കര റിലേറ്റബിൾ ആയിട്ട്, മീൻസ് എനിക്കുള്ള എന്റെ മക്കളെ വയസ്സെന്ന് വെച്ചാല് 4ഉം 5ആണ്. അപ്പം അവരെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഒരു പോയിന്റ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാല് ഞാൻ ഇവിടെ കണ്ടിടത്തോളം, ഞാനിവിടെ ഇപ്പൊ ഷാർജയിലാണ് നിൽക്കുന്നത്. അപ്പം അതിന്റെ അറിവ് കൂടുതലായിട്ടാണോ എന്താണെന്ന് അറിയില്ല, നമ്മള് ചുറ്റുപാടുള്ള ആൾക്കാർ വരെ എന്താ അതിന്റെ ഒരു വാല്യൂ ഉണ്ടാവില്ലേ, ഒരു സെക്സിന്റെ ഒരു വാല്യൂ, അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി ഇല്ലാത്ത പോലെയാണ് ചുറ്റുപാട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓ, അത് കിട്ടാത്തത് കൊണ്ടാണോ, ഞാനിങ്ങനെ ചിന്തിക്കും, അതിന്റെ ഒരു വാല്യൂ അതിന്റെ ഒരു ഇതൊക്കെ അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവർക്ക് ആ അറിവ് കൂടിപ്പോയിട്ട് അതൊന്നും അല്ല എന്നൊരു ചിന്താഗതി കൊണ്ടാണോ. ഈവൻ നമ്മൾ മുസ്ലിംസ് ഹിജാബ് ഇട്ട് നടക്കുന്നവര്, അവര് വരെ മീൻസ് അതിന്റെ ഒരു ഇതില് ഉണ്ടെന്ന് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ നമുക്ക് വല്ലാണ്ടൊരു എന്താ പറയാ വിഷമാണ്. എന്താ വെച്ചാൽ അത് എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ നടക്കുന്നത്, കാരണം അവർക്ക് അതിൻ്റെതായ ഇത് അറിയാത്തത് കൊണ്ടാണോ എന്താ അറിയില്ല. പിന്നെ ഇനി അന്നേരം ചിന്തിക്കും, ഇനി വരുന്ന തലമുറ എന്തായിരിക്കും. നമ്മളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പോലെ പരസ്യമായിട്ട് തന്നെ ഒരു വ്യഭിചാരം നടക്കുന്ന കാലഘട്ടം തന്നെ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണോ എന്നൊരു ചിന്തിക്കും. ശരിക്കും നമുക്ക് അതിന്റെ ഒരു അവയർനെസ് നല്ലോണം വരും തലമുറക്ക് കൊടുത്തിട്ട് അവർക്ക് അതിന്റെ വാല്യൂ കൂടി അറിയിച്ചു കൊടുക്കുക തന്നെ വേണം. ഇതിൽ മറ്റൊരു കാര്യം കൂടി, ഇപ്പൊ സ്കൂളുകളിൽ ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ കുറെ ആളുകൾ ഇതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു റീസൺ ഈ ഒരു മൊറാലിറ്റി ഒരു പക്ഷേ അവിടെ കൈകാര്യം ചെയ്യപ്പെടാതെ പോകും എന്നുള്ളത് കൊണ്ടാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളൊക്കെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അത്തരം വിഷയങ്ങളിൽ. അത് കൃത്യമായ രൂപത്തിൽ കൈകാര്യം ചെയ്യപ്പെടാതെ പോകുമോ എന്നുള്ളൊരു പേടി അതിലുണ്ട്. അതുകൊണ്ടാണ് കുറെ
കാര്യങ്ങൾ അത്തരം കുറെ ആളുകൾ അതിനെ എതിർക്കുകയും ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇതിനൊക്കെ അപ്പുറത്തേക്ക് മൊറാലിറ്റി കുട്ടികൾക്ക് കൃത്യമായ അളവിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ മൊറാലിറ്റി അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏത് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടും കാര്യമില്ല, എന്തൊക്കെ അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടായിട്ടും കാര്യമില്ല. മൊറാലിറ്റി ഇല്ലെങ്കിൽ ആ മനുഷ്യൻ, അത് സ്വാഭാവികമായിട്ടും ഖുറാനിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ബൽഹും അതല്ല്, ഉലായികഹും കല്ലന്നാം ബൽഹും അതല്ല് എന്ന് പറയുന്നുണ്ട്. അവര് മൃഗങ്ങളെ പോലെയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതിനേക്കാൾ നീചരാണ് അവർ. മനുഷ്യന്മാരുടെ അവസ്ഥയെ കുറിച്ച് പറയാണ്, യുനോ, മൃഗങ്ങളെക്കാൾ നീചരാവാൻ മനുഷ്യനെ കഴിയുള്ളൂ. 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ 6 or 7 പേർ ചേർന്ന് റേപ്പ് ചെയ്യുന്നത് മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ, മൃഗത്തിന് കഴിയൂല. ഒരു മൃഗത്തിനെ 6 or 7 മൃഗങ്ങൾ ചേർന്ന് ഒന്നിച്ച് റേപ്പ് ചെയ്യുന്ന നമ്മൾ കാണൂല. അത് അത്രമേൽ അധപതിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അപ്പം ആ മൊറാലിറ്റി അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാൻ ഇതിന്റെ കൂടുതൽ പറയേണ്ട ഒരു വിഷയമായിരുന്നു. എനിവേ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇനി ആരും പറയാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ആരെങ്കിലും ഉണ്ടോ? ഞാൻ ലാസ്റ്റ് ഒരു 3 വട്ടം കൂടി ചോദിക്കണം എന്നാണല്ലോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കട്ടോ. നസീറ മാം, നജ, ഫാത്തിമ, നമ്മുടെ സെഷൻ കഴിഞ്ഞിട്ട് കയറിയ ആളുകളാണോ? സെഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും കണ്ട് അറിയിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കാം. ഇല്ലെങ്കിൽ സത്യൻ സാർ അതിന്റെ പേയല്ലേ, എന്തെങ്കിലും ഉണ്ടോ അറിയിക്കാൻ? പറയാൻ കുറെ ഉണ്ട്, പക്ഷെ അത് കുറെ ഇതൊരു വലിയ കടലാണ്. പിന്നെ നമ്മളെ മൊറാലിറ്റി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് ഉള്ള ഒരാള് വേറെ ഒരു ഇമ്മോറൽ ആയിട്ടുള്ള ഒരു വഴിയിലേക്ക് പോകില്ല. അതാണ് എന്റെ ഏറ്റവും ഒന്നാമത്. പിന്നീട് പോൺ വീഡിയോസ് എന്നൊക്കെ നിയന്ത്രിക്കുന്ന ലോകത്തിലെ വൻ ശക്തികളല്ലേ, അതിനൊക്കെ ആരും എതിർക്കാൻ പറ്റാത്ത ഒരു വൻകിട ശക്തികളാണത്. നമുക്ക് അതിനെ പറ്റി ഒന്നും പറയാം. അതാണ് വളരെ വിശാലമായ ടോപ്പിക്കാണ്. അത് ഒരുപാട് പറയാനുണ്ട്. അത് ശരിക്കും പറയുമ്പോൾ നമ്മള് അങ്ങത്തും. പക്ഷെ നമ്മൾ ചെയ്യാൻ നമ്മള് കറക്റ്റ് ആയിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതാണ്